എന്നെ വളരെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മഞ്ഞ് പെയ്തുകൊണ്ടിരുന്ന ദേശത്ത് പെട്ടെന്ന് ആ മഞ്ഞിന്റെ വീഴ്ച നിന്നിട്ട് സ്തോത്രം അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. കാര്യം സകല മനുഷ്യരും സ്തോത്രം വീടിന്റെ പുറത്തിറങ്ങിയിരിക്കുന്ന അവസ്ഥ, വീടിന്റെ അത് ഫാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ യൂറോപ്പിലുള്ളവർ ഇപ്പൊ ചൂട് കൂടി കഴിഞ്ഞപ്പോൾ അവർക്കാർക്കും എ സി ഇല്ല. കാര്യം എ സിയുടെ ആവശ്യമില്ല. കാര്യം എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഇത് ചൂട് നിലനിൽക്കാൻ വേണ്ടി അടച്ച് ഉണ്ടാക്കിയ ആ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകൾ, നമ്മളതിന്റെ മരം കൊണ്ടുണ്ടാക്കിയ വീടുകളും അതിന്റെ കാര്യങ്ങളും, അപ്പൊ ചൂട് നിലനിൽക്കുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണങ്ങളെല്ലാം വന്നത്. അപ്പോൾ ആരുടെയും മനസ്സിൽ തോന്നാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെ ചൂട് വർദ്ധിച്ചു, പ്രതിസന്ധികൾ വർദ്ധിച്ചു. പ്രതിസന്ധി വർദ്ധിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? അവിടെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തി. കാര്യം ഇപ്പോൾ വീടിന്റെ അകത്തിരിക്കാൻ മേലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവിടുത്തെ ജനം ആയിരിക്കുന്നതെന്ന് ഒരു വാർത്തയൊക്കെ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നു. അപ്പോ ഒരു കാലത്ത് ഒരു സാഹചര്യത്തെ തരണം ചെയ്യാൻ വേണ്ടി കയ്യിലെ സമ്പത്തെല്ലാം ഉപയോഗിച്ച് പണിത് ഉയർത്തിയ പലതും ഇപ്പൊ തലവേദന ആയിരിക്കുകയാണ്. എന്തിനെ ആശ്രയിച്ച്? ഈ പ്രകൃതിയെ ആശ്രയിച്ച്, സാമ്പത്തികത്തെ ആശ്രയിച്ച്, ഓരോന്നിനെ ആശ്രയിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതും പിന്നീട് അവർക്ക് വിനയായി തീർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാണാൻ സാധിക്കുന്നു. ആമേൻ. തണുപ്പും ഇവിടെ തണുപ്പല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊരു അവസ്ഥയില്ലാത്ത ആ ഒരു സാഹചര്യമാണ് അവർ ചിന്തിച്ചതെങ്കിൽ ഇപ്പോൾ പ്രകൃതി അവർക്ക് എതിരായി തീർന്നപ്പോൾ എല്ലാം എതിരായി തീർന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് സ്ഥിരമായി ഒന്നും ദൈവം നിലനിർത്തുന്നില്ല. കാര്യം ദൈവപുത്രന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭയമില്ലാതിരിക്കുന്നിടത്ത് പലയിടത്തും മഹാഭയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? മഹാഭയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നു. വിചാരിക്കാത്ത നിലവാരത്തിലുള്ള പ്രയാസങ്ങൾ പലതും പലർക്കും നേർക്ക് കയറി വരുന്നു. അങ്ങനെ പലതിലും തളർച്ചയും കഷ്ടതയും കണ്ണുനീരും അനുഭവിച്ച പലര് ജീവിതം തന്നെ മടുത്തതിന്റെ നടുവിലാണ് ആയിരിക്കുന്നത്. ഇന്ന് ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ വിവാഹമോചനം ഒരു വശത്ത് വർദ്ധിക്കുന്ന പോലെ ആത്മഹത്യ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എല്ലാം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ആർക്കും ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണിരിക്കുന്നത്. ഇതിന്റെ നടുവിലാണ് രക്ഷയുടെ അനുഭവത്തിൽ വന്ന നാം കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും വിശുദ്ധിയോടുകൂടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്നാൽ നാം ഇന്ന് പകൽനേരം നിർവ്വസനത്തിലായിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇനി അധികം കാലം നമ്മൾ ഈ ഭൂപ്പരപ്പിലില്ല. ഇനി കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവ് വന്ന് നമ്മളെ ചേർക്കും. നമ്മുടെ വേദനകളും കഷ്ടങ്ങളെല്ലാം മാറും. നാം നിത്യമായ ഭവനത്തിൽ നിത്യമായ രാജ്യത്തിൽ നാം പ്രവേശിക്കും. ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ആ വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽനേരം ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽനേരം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ നമ്മൾ തീഷ്ണതയോടെ നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു വലിയ പ്രതിഫലമുണ്ട്. നമ്മൾ മറന്നു പോകരുത്. കർത്താവ് വലിയൊരു പ്രതിഫലം നമുക്ക് നൽകുവാൻ പോകുകയാണ്. കാര്യം ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ വളരെയേറെ പരിശോധിക്കുന്ന, നമ്മൾ നേരത്തെ വിരൽ ചൂണ്ടുന്ന പല സംഭവങ്ങൾ കയറി വരുമ്പോൾ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. കാര്യം ഇതിനൊരു വലിയ പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇത് നമ്മൾ, ഈ ധൈര്യം നമ്മൾ ഒരിക്കലും വിട്ടു കളയരുത്. അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രതിസന്ധികളെല്ലാം ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രയാസപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. യുദ്ധങ്ങൾ വരുമെന്ന്, പ്രതിസന്ധികൾ വരുമെന്ന്, മനുഷ്യന്റെ കോപ സ്വഭാവങ്ങൾ വർദ്ധിക്കുമെന്ന്, അതുപോലെ ആ വിധത്തിലുള്ള സകല അനുഭവങ്ങൾ വിപരീതമായി കടന്നു വരുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഇതിലൊന്നും ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. കാര്യം ദൈവവചനം പറഞ്ഞിരിക്കുന്നതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നാം അതിൽ സന്തോഷിക്കുക, നാം ഒരുങ്ങുക. വളരെ അരുമനാഥനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന്റെ പ്രിയപുത്രനും ഏകജാതനും ആദിജാതനുമാകുന്ന കർത്താവ് നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ മരണശിക്ഷ അനുഭവിക്കുകയും മൂന്നാം നാൾ തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന കർത്താവ് നമ്മളെ ചേർക്കുവാൻ
വേഗം വരികയാണ്. അവൻ യേശുക്രിസ്തു ദൈവമെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ആത്മദൃഷ്ടികൾ സ്വർഗത്തിൽ ദൈവം പ്രകാശിപ്പിച്ചത് കൊണ്ട് ഇന്ന് കർത്തന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ നാം നേരമായിരിക്കുന്നു. ആ പ്രതീക്ഷയുള്ളവരെ എല്ലാം ദൈവസന്നിധിയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തുവല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല നിങ്ങൾ വന്നത്. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങളുടെ യോഗ്യത നോക്കിയാണോ? അല്ല. യോഗ്യതയൊന്നും ഇല്ലാതെ പാപിയായിരിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട് താൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ വചനങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ദൈവസഭയിലേക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണ് ഓടിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ സ്തോത്രം ആയിരിക്കുമ്പോൾ നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ഇതുപോലെ തന്നെ ചിന്തിക്കാം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ്, വീണ്ടും നമുക്ക് വായിക്കാം. കാരണം നമ്മൾ സ്വന്തം വചനത്തിലൂടെ ചിന്തിക്കുകയാണല്ലോ, നമുക്ക് ആരംഭത്തിൽ ഒരു വാക്യം വായിക്കാം. ആമേൻ. സ്തോത്രം. എഫേസ്യ ലേഖനം 1:3-4 വായിച്ചോ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചു. സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ഇരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. സ്തോത്രം. കരങ്ങൾ മാതൃപ്പെടുത്തിയാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ സ്തോത്രം പൗലോസ് പ്രാപിച്ച വെളിപ്പാട് നമ്മൾ ഇവിടെ കാണുന്നു. കാരണം പൗലോസ് പറയുന്നു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങളുടെ കഴിവുകൊണ്ട് വന്നതല്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ അങ്ങനെ വന്നതല്ല ഇത്. ഹല്ലേലൂയ. നാം ഒരുമിച്ച് വരുമ്പോൾ, നാം കൂടി ചേർക്കപ്പെട്ടപ്പോൾ ഒരുവൻ കേട്ടത് അതേ ശബ്ദമാണ് തന്റെ കൂട്ടു സഹോദരൻ കേട്ടിരിക്കുന്ന കാര്യം. ഞാനും നീയും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? എന്റെ നിങ്ങളെ അകൃത്യ പുത്രനാകുന്ന യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി തീർന്നു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്നതാ ചെയ്തെന്ന് ചോദിക്കുന്നവനോട് എന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ മരിച്ചു. അതുകൊണ്ട് എന്താ ഗുണം? പിതാവായ ദൈവത്തിന്റെ മുമ്പ് എന്റെ പാപിയായി ജനിച്ച എന്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച കർത്താവായ യേശുക്രിസ്തു എന്നെ നീതിമാനാക്കി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പാപിക്ക് പോലും അത് പറയാൻ പറ്റത്തില്ല. പാപികളെല്ലാം പറയും അങ്ങനെ നീതീകരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും പാപികൾ, എല്ലാ പാപികൾ. അതാ പാപത്തിന്റെ സ്വഭാവം. പാപത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത് പാപ സ്വഭാവത്തിലിരിക്കുന്നവൻ ഒരിക്കലും ഇതിൽ നിന്ന് മോചനമില്ലെന്ന് വിചാരിക്കുന്നു. എന്നാൽ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രൻ പരമയാഗമായി തീർന്നു എന്ന് വിശ്വസിച്ച് യേശുക്രിസ്തു രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവൻ നിനക്ക് ഈ ബോധ്യം ലഭിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ സ്നാനപ്പെടണം. പിശാച് സ്നാനപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന്. പിശാച് പറയും സ്നാനപ്പെടണ്ട, സ്നാനപ്പെടണമെന്ന് വലിയ അർത്ഥമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ തൊഴുത്തിൽ തന്നെ നിന്നോളാം, സുവിശേഷം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്നാനപ്പെടണം. നിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടുകൂടെ എനിക്ക് പങ്കുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെടുമ്പോൾ അവന്റെ ക്രൂശ് മരണത്തോട് ഞാൻ ഏകീഭവിക്കുകയാണ്.
മനസ്സിലാകുന്നുണ്ടോ? ആ സ്നാനത്തോട് ഏകീഭവിച്ചവരെല്ലാം പറയും, അല്ലെങ്കിൽ അവന്റെ കഷ്ടത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോടും നാം ഏകീഭവിക്കും. അല്ലെങ്കിൽ എന്തിനാണ് സ്നാനപ്പെടുന്നത്? അല്ലെങ്കിൽ അവന്റെ കഷ്ടത്തിന്റെ മരണത്തിന്റെ സദൃശത്തോട് ഏകീഭവിച്ചാൽ മാത്രമേ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോട് നാം ഏകീഭവിക്കത്തുള്ളൂ. സ്നാനം നിസാര കാര്യമല്ല. സ്നാനം പ്രസംഗിക്കുകയും സ്നാനം പറയുകയും ചെയ്യാതെ മറച്ചു വെക്കുന്ന ഓരോ സുവിശേഷം കേൾക്കാൻ പോകരുത്. ഹല്ലേലൂയ. സുവിശേഷം യേശു ക്രിസ്തു പാപികൾക്കായി മരിച്ചു. ആ മരണത്തോട് എനിക്ക് പങ്കു വരണമെന്നുണ്ടെങ്കിൽ അവന്റെ മരണത്തോടുകൂടെ പങ്കുചേരുവാൻ ദൈവം വെച്ച വ്യവസ്ഥ സ്നാനം മാത്രമാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ സ്നാനപ്പെടണം. ഹല്ലേലൂയ. സ്നാനപ്പെടണം അല്ലേ? നാം സ്നാനപ്പെട്ടവരാ? ബോധ്യമുണ്ടോ? കരങ്ങൾ തീർന്ന് മാത്രപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പറയും, എവിടെ ചെന്നാലും പറയും ഞാൻ സ്നാനപ്പെട്ടതാന്ന് പറയണം കേട്ടോ. വീട്ടുകാരുടെ ഇടയിൽ നാട്ടുകാരുടെ ഇടയിൽ ചെല്ലുമ്പോ ഞാൻ സ്നാനപ്പെട്ടതാന്ന് പറയണം. ചുമ്മാ വഴക്കുണ്ടാക്കാൻ പോകാനല്ല പറഞ്ഞത്. നിന്നോട് സുബോധമായി സംസാരിക്കുമ്പോൾ നീ സുബോധത്തോടെ സംസാരിക്കണം. അങ്ങനെയല്ല വചനം പറയുന്നത് അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, എല്ലാവരുടെയും നടുവിൽ നീ സ്നാനപ്പെട്ടതാണ് വേർപെട്ടതാണെന്ന് നീ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യണം. എന്തിനാ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. അവന്റെ മരണത്തോടുകൂടെ എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അവന്റെ മരണത്തിൽ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സ്നാനപ്പെട്ടേ പറ്റൂ. സ്നാനം എന്താ? സ്നാനത്തെ എന്താണ്? അതൊരു ഫോമാണ്. ആ ഫോമിന്റെ ചില കാര്യം ഫില്ല് ചെയ്യാറുണ്ട്. എന്താണ് ആ ഫില്ലിങ്? മറ്റൊന്നുമല്ല. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപിയായിട്ടാണ് ജനിച്ചത്, പാപിയായിട്ടാണ് ജീവിച്ചത്. ഞാൻ ഇങ്ങനെ ജീവിച്ചു മുമ്പോട്ട് പോയിരുന്നെങ്കിൽ നിത്യമരണത്തിൽ വീഴുമായിരുന്നു എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ആ സ്നാനം ആവശ്യമുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ വഴി നടക്കുന്ന എല്ലാവർക്കും കേട്ട് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാവരും സ്നാനപ്പെട്ട ഒരു കാര്യമില്ല. കാര്യം അവൻ വിശ്വസിക്കാതെയാ സ്നാനപ്പെട്ടത്. നീ എന്താ വിശ്വസിക്കുന്നത്? നീ എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നത്? നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു ഒരു മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത് വിശ്വസിച്ചിട്ട് കാര്യമില്ല. ആ വിശ്വാസം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ വിശ്വാസം കൊണ്ട് നരകത്തിലേ പോകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന രൂപമുണ്ട്, അതൊന്നും കണ്ടിട്ടൊന്നും ഓരോരുത്തരും പോലെ നീ യേശു രസിക്കുമ്പോൾ ഉണ്ട് നീണ്ട മുടി, ലിപ്സ്റ്റിക് ഇട്ട ചുണ്ട്, നീട്ടിയ നഖങ്ങൾ, ഇങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതിന്ന് കൊണ്ടെത്തിക്കുന്നത് അങ്ങ് താഴെ പാതാളത്തിൽ കൊണ്ട് എത്തിക്കും. നാം കർത്താവിനെ മുഖാമുഖം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? നാം പിന്നെ എങ്ങനെ അറിയുന്നത്? വിശ്വാസത്താലാണ് യേശു ക്രിസ്തുവിനെ അറിയുന്നത് അല്ലേ? നാം എന്താ വിശ്വസിക്കുന്നത്? അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ചോദിക്കുന്നത്, നിങ്ങൾ വെറുതെ വിശ്വസിച്ച് നിങ്ങളപ്പോ എന്നാ കാണുന്നത്? നമ്മൾ ഇനി കർത്താവിനെ കാണാൻ പോവുകയല്ലേ? നമ്മൾ കർത്താവിനെ കാണാൻ പോവുകയല്ലേ? ഹല്ലേലൂയ. ഈ ഭൂപരപ്പ് വിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളെ ഒരുക്കി പിതാവിന്റെ സന്നിധി നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന അരുമനാഥനാകുന്ന യേശു കർത്താവിന്റെ പൊന്നുമുഖം നമ്മൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മുടിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കുന്നൊക്കെ മാനുഷിക കാര്യമാണേ. ഹല്ലേലൂയ. വെള്ളോട്ട് സദൃശമുള്ള പാദമുള്ളവൻ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഹല്ലേലൂയ അനേക രാജമുടികൾ, ഊഹാസ്തംഗം ധരിച്ച പുത്രനാകുന്ന കർത്താവ്, രാജാതി രാജാവാകുന്ന കർത്താവ്, ദൈവവചനം എന്ന് പറയപ്പെടുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരു രൂപം കാണാൻ പോകേണ്ട കാര്യമില്ല. കാര്യം മുട്ടിന് ജാതി ചോദിക്കുന്ന മനുഷ്യരാണെന്ന് ഓർക്കണം കർത്താവിനെ അന്വേഷിക്കുന്നത്. പറയണില്ല അല്ലേ? അവൻ വെളുത്തതാണോ കറുത്തതാണോ ഏത് കുലത്തിലെ ഏത് ഇതല്ലേ മനുഷ്യൻ അറിയേണ്ടത്. ഞാൻ പറയട്ടെ, മനുഷ്യൻ ഒരുവനും കൊള്ളാവുന്നവനല്ല. അതുകൊണ്ടാ ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഏതെങ്കിലും ഒരു ജാതി കൊള്ളാവുന്നതാണെ പാപത്തിന് പരിഹാരം എവിടെ വരുത്തി? നീ പാപത്തിന് പരിഹാരം വരുത്തിക്ക് വീണ്ടും നീ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വർഷം തോറും നീ എന്തിനെ ആചരിച്ചോണ്ടിരിക്കുന്ന ആചാരങ്ങൾ അതെന്തോ എന്നേക്കുമായിട്ട് നിർത്താത്തത്? ഇതിനൊക്കെ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം. ഹല്ലേലൂയ. ക്രൂശിലേക്ക് നോക്കണം. ആമേൻ. തുടർന്ന് വായിച്ചേ. ഹല്ലേലൂയ. വായിച്ച വാക്ക് ഒന്നും കൂടെ വായിക്കാം. നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും, 4-ാം വാക്യം, നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ, ശ്രദ്ധിക്കണേ, ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ
കണ്ടോ, നമ്മെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ പിതാവായി ദൈവം തെരഞ്ഞെടുത്തു. അതായത് പുത്രനോടുകൂടെ നമ്മെ നിർത്തണം എന്നുള്ളത് പിതാവിന്റെ പദ്ധതിയാണ്. ഒരു പാപ മനുഷ്യനും ഇത് അറിയത്തില്ല, രക്ഷിക്കപ്പെടാത്ത ഒരുത്തരും അറിയത്തില്ല. അവനിത് കേൾക്കുമ്പോൾ അവനിലെ പാപം അവനെ ഇക്ലിപ്പെടുത്തും. കാരണം എന്നാ, അവൻ അതിൽ നിന്ന് മോചനമില്ല. എന്നാൽ പാപം കഴുകപ്പെട്ട് വിശുദ്ധിയിൽ നിന്ന് ജീവിക്കുവാൻ കൃപ ലഭിച്ച നിങ്ങൾക്കറിയാം എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ആൾ എന്ത് കേട്ടാലും പൊട്ടച്ചൊല്ലും ചിളിയും എന്താ കളിവാക്കുമായിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ത് കേട്ടാലും ചിളിച്ചോണ്ടിരിക്കും, എന്ത് കേട്ടാലും കളിയാക്കും, കോമഡിയും പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് വിശുദ്ധന് കൊള്ളുന്നതല്ല. അതൊക്കെ വിട്ടിട്ടാണ് ദൈവസന്നിധി വന്നത്. എന്തുകൊണ്ടാ? നമുക്ക് ഗൗരവമുള്ള ചിലത് ദൈവം നമ്മളോട് പറയുവാനുണ്ട്. കർത്താവിന് ചിലത് നമ്മളെ പഠിപ്പിക്കുവാനുണ്ട്. അതിന് നമ്മൾ സജ്ജരായ മതിയാവത്തുള്ളൂ. അല്ലേ? ഹല്ലേലൂയ. അതിനാണ് കർത്താവ് നമ്മുടെ അകൃത്യങ്ങളെ വഹിച്ചവൻ മരിച്ച് നമ്മുടെ കുറവുകളെ തന്റെ ശരീരത്താൽ നീക്കിയത്. അത് ബോധ്യമുള്ളവരെ കരങ്ങൾ വീണ്ടും മൗത്തപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകരം ആ ബോധ്യമുള്ളവർ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടു കൂടി ആയിരിക്കണം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ വായിച്ച വാക്യം എന്താണ്? അവിടെ വായിക്കുന്നത് എന്താണ്? നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ ശ്രദ്ധിക്കണേ, ലോകസ്ഥാപനത്തിങ്കൽ ഉണ്ടാകട്ടെ എന്ന് സൃഷ്ടിയുടെ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ഉണ്ടാകട്ടെ. അവൻ ആദ്യം ദൈവം ആകാശവും ഭൂമിയും ആ സൃഷ്ടിപ്പ് കഴിഞ്ഞ് പിന്നെ വീണ്ടും അത് സ്വന്തം എന്താ പറയുന്നത്, പാടി ശൂന്യമായി തീർന്നതിന് ശേഷം വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമി എന്ന പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ്, സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സ്വർഗീയ പിതാവ് പുത്രനിലൂടെ നമ്മളെ കാണാൻ ഇടയായത്. പുത്രനാകുന്ന യേശു ക്രിസ്തുവിനോട് കൂടെ, തന്റെ പ്രിയപുത്രനാകുന്ന കർത്താവിനോട് കൂടെ നമ്മൾ നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പിതാവായ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ അനേക സഹോദരന്മാർ തേജസ്സിലേക്ക് നടത്തുമ്പോൾ രക്ഷാനായകനാകുന്ന കർത്താവായ യേശു ക്രിസ്തു കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. അങ്ങനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീർന്ന കർത്താവ് നമുക്ക് മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ഇന്ന് വിളിച്ചു പറയുന്നത്, ഇവൻ ഈ കാലഘട്ടത്തിലുള്ളതല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ഇവനിൽ എന്നെ തെരഞ്ഞെടുത്തൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നെ പിതാവ് തെരഞ്ഞെടുത്തതിന് കാരണം പ്രിയപുത്രൻ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ പുത്രൻ ലോകത്തിൽ വന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? അവൻ എന്റെ അകൃത്യങ്ങൾ കാൽവറിയിൽ മരിച്ചത് കൊണ്ട്, അവന്റെ മരണത്തോട് ഞാൻ പങ്കാളിത്തം വഹിച്ചത് കൊണ്ട് എന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ പിതാവ് പ്രസാദിച്ചു. പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകിയത് കൊണ്ട് ലോകത്തിന്റെ അറിവുകൾക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാത്തതാണ് അവരുടെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് ദൈവം ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഈ വെളിപ്പാടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ഈ വെളിപ്പാടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വായിച്ചേ, തുറന്ന് വായിച്ചേ. അവന്റെ രക്തത്താൽ ശ്രദ്ധിച്ച യേശു ക്രിസ്തുവിൽ എന്താണ് അവൻ കർത്താവ് എന്താ ചെയ്യുന്നത്? ഇവിടെ കർത്താവ് എന്തിനാ വന്നത്? അവനിൽ എനിക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ലോകത്തിൽ ഒരുവരും എന്റെ പാപം ഏറ്റെടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ, എന്റെ അകൃത്യത്തിന് പരിഹാരം വരുത്താൻ ഒരു തിയറിക്കും കഴിയാതിരിക്കുമ്പോൾ, ഒരു സിസ്റ്റത്തിനും കഴിയാതിരിക്കുമ്പോഴാണ് പിതാവായി ദൈവം പ്രിയപുത്രനെ എന്നിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്. എന്റെ അകൃത്യം വഹിച്ച് അവൻ മരിച്ചപ്പോൾ എനിക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്നെ വീണ്ടെടുത്തത് തന്റെ രക്തത്താലാണ്. എന്നെ വീണ്ടെടുക്കാൻ ഒരുവന്റെ ആവശ്യമുണ്ടായിരുന്നു. ആളെ അതുകൊണ്ട് പാപ മനുഷ്യരാരും മരണത്തിന് ശേഷം എന്താന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയത്തില്ല. പക്ഷേ മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് മനസ്സിലായത് നമുക്കെപ്പോഴാ? സുവിശേഷം കേട്ട് അഭിഷേകം വന്നപ്പോഴല്ലേ മനസ്സിലായത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തുന്നു. ആ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ലോകത്തിലെ പാപമനുഷ്യർക്ക് ഒരിക്കലും ആർക്കും മരണശേഷം എന്താന്നുള്ളതിനെ കുറിച്ച് ചിന്തയില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ് അവർക്കൊരു വിഷമമില്ല. കാരണം എന്നാ? അവർ സുഖമായിട്ട് തിന്നുകുടിച്ച് തന്റെ കാര്യങ്ങൾ ചെയ്തങ്ങ് പോകും. ഇത് പറഞ്ഞുകൊണ്ട് ആരും പറഞ്ഞില്ല. എന്തുകൊണ്ടില്ല? അതിന്റെ ഗൗരവം എന്താ ഇല്ലാത്തത്? മരണശേഷം ഒരു ന്യായവിധി കിടപ്പുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമാ അതിന്റെ ബോധ്യം കിട്ടത്തുള്ളൂ. അത് കിട്ടിയിട്ടുള്ളൂ. ആ വായിച്ച വാക്യം കൂടെ വായിച്ചേ. വീണ്ടെടുപ്പുണ്ട്.
കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. സ്തോത്രം. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു ക്രിസ്തു തെരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഈ ബോധ്യങ്ങൾ ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തവർ സുഖമായിട്ട് ജീവിക്കുന്നത്. അവർക്ക് ഈ പ്രശ്നങ്ങളില്ല. കാരണം എന്നാ? മരണശേഷം എന്നാന്ന് വിഷയമില്ല. ഇതിനൊരു ന്യായവിധിയുണ്ട്, അതൊരു വിഷയമില്ല. സുഖമായിട്ട് തിന്നുകുടിക്കുക, ലാഭം ഉണ്ടാക്കുക, സമ്പാദിക്കുക, ലോകത്തിൽ തിമിർത്ത് നടക്കുക, മരണശേഷത്തെ കുറിച്ച് ചിന്തയില്ലാത്ത അവസ്ഥ പാപത്തിന്റെ വലിയൊരു ഡെഫിനിഷനാണ്. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ, സ്തോത്രം, ആളുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിക്കുവാനായി ലോകത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? വായിച്ച ഭാഗം വായിച്ചേ. സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം വരികയില്ല. ഞാൻ പോയാൽ ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു സ്വർഗാരോപണം ചെയ്തു, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള ആശയം എന്നാണെന്നറിയാവോ? നമ്മളിലേക്ക് പകർന്ന പരിശുദ്ധാത്മാവാണ് അതിന് തെളിവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തെളിവ്. കാര്യം പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിപ്പുണ്ട്. അതാണ് നമ്മളെ പരിശുദ്ധാത്മാവിന് മുദ്ര വെച്ചത്. അതിന്റെ തെളിവാണ്. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. ദൈവസഭ എന്ന ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ആ രക്ഷിക്കപ്പെട്ടവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പൂർത്തീകരണം കഴിഞ്ഞാൽ കർത്താവ് ഒരു നമ്മളെ ചേർക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ ഇവിടെ അയച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ഒരുക്കിയെടുക്കാനാണ്. പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്നാണ് അവിടെ വായിക്കുന്നത്. എന്താണ്? അവൻ വന്ന്, പരിശുദ്ധാത്മാവ് വന്ന്, ശ്രദ്ധിക്കണേ, പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഈ ആയുസ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷിച്ച് നമ്മൾ ചുവടുകളെ വെക്കേണ്ടതാണ്. ഇവിടെ ചുവട് പിഴച്ചാൽ ഇതിന്റെ പ്രതിഫലനം നിത്യമായി അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് ബോധ്യം വന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവരിൽ വരാതെ ഒരിക്കലും ആ വ്യക്തിക്ക് നിത്യനെ കുറിച്ചുള്ള ബോധ്യം ലഭിക്കത്തില്ല. ഇന്ന് കാണുന്ന പല കാര്യങ്ങളും, രക്ഷിക്കപ്പെടാത്തവരുമായിട്ട് നടക്കുന്ന പല സംസർഗങ്ങളും, പല സംഭാഷണങ്ങളും, തർക്കങ്ങളും, വാദങ്ങളും, ഡിബേറ്റുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവനെ പരിശുദ്ധാത്മാ അവനിലില്ല. അവൻ വെറും ജഡജ്ഞാനത്തിലിരുന്ന് സംസാരിക്കുകയാണ്. കാര്യം, ഈ ആയുസിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ആത്മാവിൽ ജനിക്കാത്തവരോട് പറഞ്ഞിട്ട് എന്ത് ഗുണമിരിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അതിലല്ല അർത്ഥം ഇരിക്കുന്നത്. പിന്നെ എന്താണ്? രക്ഷിക്കപ്പെട്ടവന് ബോധ്യം വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരികയാണ്. നമ്മൾ ഈ മീഡിയാസ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ രക്ഷയുടെ മഹത്വം അറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ പലതും ജീവിതത്തിൽ വേണ്ട, പാടില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടൊരു കാര്യമല്ലേ, സ്വർണം ഇടുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി ഡിബേറ്റുകളും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടാൻ പാടില്ല, സത്യാവസ്ഥ പറഞ്ഞ് ഇടാൻ പാടില്ല. കാരണം സഹോദരൻ, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഇടമാണ്. ഈ ശരീരത്തിലാണ് നമ്മൾ സ്വതന്ത്രം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതാത് വിശ്വാസങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. നാം ജനിച്ച ഭൂമിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇട്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത്? അല്ലല്ലോ. ആണോ? ചാകാൻ നേരത്ത് പിന്നെ ചാകുന്നവരുണ്ട്, ഇട്ടോണ്ട് പോകുന്നവരുണ്ട്. ഞാൻ മൈക്കിൾ ജാക്സന്റെ എങ്ങാണ്ട് ശവകുടീരത്തിൽ എങ്ങാണ്ട് ഇത്ര ലക്ഷങ്ങളോ കോടിയോ വിലയുള്ള സ്വർണ്ണമൊക്കെ അടുക്കി വെച്ച് അടക്കിയേക്കുന്നതെന്ന് പറയുന്നത്. ആ ബോഡി പോലും എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാധനം, ഈ ശരീരം എന്താണെന്നും ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു വലിയ പ്രതിഫലനമുണ്ടെന്നും അതിന് വലിയൊരു കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളത് ആർക്ക് മനസ്സിലാകുന്നു? ആമേൻ. അത് പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ ആ ബോധ്യമുള്ളൂ. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഈ ആയുസ് കഴിഞ്ഞൊരു ജീവിതമുണ്ട്. ആമേൻ.
അതിനെന്നെ സജ്ജമാക്കിയ സ്വർഗീയ പിതാവ് എപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചു? എന്നെ തെരഞ്ഞെടുത്ത പദ്ധതി എപ്പോഴും ആരംഭിച്ചു? അത് ലോക സ്ഥാപനത്തിന് മുമ്പേ ആ പദ്ധതി ആരംഭിച്ചു. എങ്ങനെയാണ് ആ പദ്ധതി ആരംഭിച്ചത്? എന്താണ് ചെയ്തത്? പുത്രനാകുന്ന യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ അനേക സഹോദരന്മാരെ തെരഞ്ഞെടുക്കണം. അവർ ജഡരക്തങ്ങളോടുകൂടിയവരായി ജനിക്കണം. അവർ പാപത്തിൽ ജനിച്ചിരിക്കുന്ന അവരെ സ്വന്തം തന്റെ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കണം. ഇതൊക്കെയാണ് സ്വർഗീയ പിതാവിന്റെ പദ്ധതി. അങ്ങനെ അത് പൂർത്തീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് പകൽനേരം അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നെ കർത്താവ് തെരഞ്ഞെടുത്തു, എന്റെ അകൃത്യം മോചിച്ചു, എന്നെ കർത്താവ് അവന്റെ രാജ്യത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രക്ഷയുടെ മഹത്വം ഇല്ലാത്ത ജനത്തോട് ഇത്സോത്രം ഹാലലിയാസ്തോ ശണ്ടയിടാനോ അവരുമായിട്ട് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകാൻ ആർക്കും പ്രമാണമില്ല. ദൈവ മക്കൾക്ക് പ്രമാണമില്ല. കാരണം എന്താണ്? അവരുടെ കണ്ണ് ഇന്ന് അടഞ്ഞാ കിടക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ രക്ഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ടോ, അവൻ എവിടെ കിടന്നാലും രക്ഷിക്കപ്പെട്ട അകത്ത് വന്നിരിക്കും. അവൻ എവിടെ കിടന്നാലും രക്ഷിക്കപ്പെട്ട അകത്ത് വന്നിരിക്കും. കാര്യം ദൈവത്തിന്റെ പദ്ധതി അതാണ്. അല്ലെങ്കിൽ അവന്റെ പദ്ധതിയെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. വായിച്ചേ, തുടർന്ന് വായിച്ചേ. സ്വത്രം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ശ്രദ്ധിച്ചേ, ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കണം. കർത്താവ് യേശു ക്രിസ്തു ഡയറക്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? എന്താണ് പാപം? എന്താണ് പാപം? എന്താ പാപം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കായ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് പാപമെന്ന്. അത് വലിയ പാപമാണോ? അത് വലിയ പാപം തന്നെയാണ്. അതെങ്ങനെയാണ്? കാരണം പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ മാർഗങ്ങളും പദ്ധതികളും ഇല്ലാതിരിക്കുമ്പോൾ, ആളുകളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ജന്മനാ പാപിയാണെന്ന് അംഗീകരിക്കുന്നവന് മാത്രമാ രക്ഷകന്റെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? ജന്മന സ്വതന്ത്രം താൻ ആദാമ്യ പാപത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന ഉൾബോധമുണ്ട് ഉള്ളവന് മാത്രമാണ് രക്ഷകനെ ആവശ്യമുള്ളൂ. ഇല്ലാത്ത രക്ഷകനെ ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. കാര്യം ഞാൻ നീതിമാനാണ്, എനിക്ക് ഞാൻ കുറവില്ലാത്തവനല്ല. സ്വതന്ത്രം എനിക്കൊരു കുറവുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യങ്ങളില്ല, ഞാൻ സുഖമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് കണ്ട് സ്വയനീതീകരണത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വയനീതീകരണക്കാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പോകുന്നുണ്ടോ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ അവന്റെ ഡയലോഗ് വരുന്നത് അവൻ ലോകത്തിൽ എന്തെങ്കിലും കണ്ട് വിശ്വസിച്ചത് കൊണ്ടല്ല, അവൻ ഭാവിയാണെന്ന് അവൻ അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഇച്ചിരി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മപാപവും കർമ്മപാപത്തിലും അവൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായി അവൻ ഇതിൽ രണ്ടിലും മുഴുകിയാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാപത്തെ കുറിച്ച് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പാപത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് പാപം എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെല്ലാം പാപത്തിൽ തന്നെയാണ്. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കണം. അങ്ങനെ ആകുമ്പോൾ തിരിച്ചു ചോദിക്കണം, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആദാമ്യ പാപം കിടക്കുകയാണ്, ഈ പാപം പുറത്തല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പുറത്ത് നല്ല ഡീസന്റ് ആയിട്ട് എല്ലാ രീതിയിലും നടക്കും, പുറമേ ഡീസന്റ് ആയ പോലെ. ഞാൻ പറയട്ടെ, ഹൃദയത്തിലല്ലേ പാപങ്ങൾ? കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം, നൊന്തപക്ഷം, ഭിന്നത, ഈ പറയുന്നതല്ല ഹൃദയത്തിലല്ലേ കിടക്കുന്നത്. അതതിന്റെ സമയങ്ങളിൽ പുറത്തു വരുമ്പോൾ, അത് ജഡ സ്വഭാവത്തിൽ പുറത്തു വരുമ്പോഴാണ് സ്വന്തം മറ്റുള്ളവർ കാണുന്നുള്ളൂ. നമ്മൾ ഈ സെൻട്രൽ ജയിലിലൊക്കെ കിടക്കുന്ന ക്രിമിനലുകളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാന്നറിയാവോ? ഈ തീരെ അടിഞ്ഞു പോയതാണ് എവിടെ ചെന്നേക്കുന്നത്? സെൻട്രയിൽ കിടക്കുന്ന. അതിലും വലിയ ഭീകരന്മാര് റോട്ടിൽ കൂടെ നടപ്പുണ്ട്. കാര്യം അവരെ പിടിച്ചില്ല. മറ്റത് മനോബലമില്ലാതെയും സാഹചര്യത്തിന്റെ നടുവിലും ഇവൻ ചെയ്ത പാപം പ്രത്യക്ഷമായപ്പോൾ അവൻ തെറ്റുകാരനാണ്, അവൻ സ്വതന്ത്രം എന്താ പറയുന്നത് എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ സൊസൈറ്റി കണ്ടു, പിടിച്ചു, അവനെ ലീഗൽ സൈഡിൽ കൊണ്ടു നിർത്തി, അവന് പണിഷ്മെന്റ് കിട്ടി, അവൻ അകത്ത് ജയിലിലായി തീർന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവനിൽ 100 കണക്ക് പാപം ചെയ്ത് ഒരു മനുഷ്യനും അറിയാതെ, ഇരുചെവി അറിയാതെ സുഖമായിട്ട് ജീവിച്ച് മരിച്ച എത്രയോ പേര് ഭൂപരത്തിലുണ്ടായിരുന്നറിയോ?
അപ്പൊ മനുഷ്യൻ വെച്ച് പുലർത്തുന്ന പല വ്യവസ്ഥകളും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ശരിയല്ല. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നീ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനാ. സത്യം എന്ന് പറയുന്നത് എന്താ? ലോകത്തിന്റെ കണ്ണാടി കൂടെ നോക്കിയിട്ട് സത്യം കണ്ടുപിടിക്കാനല്ല, തിരുവെഴുത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കണം, വെളിപ്പാടിലൂടെ നോക്കണം, എന്നിട്ട് ന്യായം നീതി നീ കാണണം. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കരങ്ങൾ ദൈവം മോഹപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പോൾ അടുത്ത കാര്യം എന്താണ് നീതി? ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും. അപ്പോൾ സ്വന്തം നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നീതി? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ നാം യേശു ക്രിസ്തു വിശ്വസിച്ചവരായി തീർന്നു. അങ്ങനെ മുന്നാൻ രക്തത്താൽ കഴുകപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, പരിശുദ്ധാൽ മുദ്രയേറ്റ് കഴിഞ്ഞപ്പോൾ നാം ദൈവമക്കളായി തീർന്നു. ഇനി നമ്മൾ ജയകരമായി നമ്മൾ ഓടണം. അടുത്തത് നീതി എന്താണ്? അവൻ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിരിക്കുകയാണ്. ആമേൻ. എന്തിനാ കയറിപ്പോയിരിക്കുന്നത്? പിതാവിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത് എന്താണ്? അവിടെയാണ് ഭൂമിയിലെ മനുഷ്യരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ചെല്ലുന്നത്. അപവാദി ചെല്ലുന്നത് സ്വർഗത്തിലല്ലേ? അവിടെ വെച്ചാണെന്ന് ഓർക്കണം കാര്യങ്ങൾക്ക് തീരുമാനം വരേണ്ടത്. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകയുണ്ട്, ന്യായവിധിയെക്കുറിച്ചും തന്നെ. സ്തോത്രം. വായിച്ച വാക്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക. ശ്രദ്ധിക്കണേ. അപ്പോൾ പാപത്തിനും മരണത്തിനും അധികാരിയായിരുന്ന പിശാചിനെ യേശു ക്രിസ്തു തന്റെ മരണത്താൽ നീക്കി. അപ്പോൾ യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്തപ്പോ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ഈ ലോകത്തിൽ ഒരു അധിപതി ഇരിപ്പുണ്ട്. അവന്റെ പേര് പിശാച് എന്നാണ്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കാത്തവരോട് ഞാൻ പറയുന്നത് പിശാചിനെ കുറിച്ച് പറയണമെന്നാ. അതെന്തിനാ? കാര്യം അവനോട് കൂടെ രക്ഷിക്കപ്പെടാതെ കിടക്കുന്നവനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആരാ? പിശാചല്ലേ. കാര്യം ഈ പാപ സ്വഭാവം എല്ലാം ചെയ്തിട്ട് പിശാചിന്റെ ബന്ധനത്തിരുന്നിട്ട് അവൻ പറയാ ദൈവമില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും പാപത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് ഇവിടെ ന്യായവിധിയുണ്ട്. ഒന്നാമത്, അവൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാതെ കൊണ്ട് പാപത്തെക്കുറിച്ചും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യേശു ക്രിസ്തു കയറിപ്പോയത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അത് എന്തിനെ കാണിക്കുന്നു? ന്യായവിധിയെ കുറിച്ചും. അപ്പൊ ന്യായവിധി എന്താ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാചിനെ ദൈവം ന്യായം വിധിച്ചിരിക്കുകയാണ്. അവനോട് പാപം ചെയ്ത് ചേർന്ന് നിൽക്കുന്നവനെല്ലാം പിശാച് വലിച്ചു വെക്കുന്ന ശിക്ഷയുടെ കൂട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് പാപം ചെയ്ത് ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ടും പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഒരുവൻ ജീവിച്ചിരുന്ന അവൻ പാപത്തെ സ്നേഹിക്കുകയും നീതിയെ ത്യജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ. പിശാചും അവന്റെ ദൂതന്മാരെ ഇടുന്നിടത്തേക്ക് ആരെയും കൂടെ വിടും? ഈ പാപം ചെയ്യുന്നവരെയും കൂടെ വിടും. മനുഷ്യ, നീ വെറും മനുഷ്യാത്മാവായിരിക്കെ നിന്നിലെ കോപവും ക്രോധവും ഈർഷ്യയും ശാഠ്യവും എല്ലാം നിമിത്തം നിനക്ക് സത്യത്തോട് മറന്നിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ ജീവനെ നിന്നിൽ നിന്ന് മാറുന്ന സമയമുണ്ട്. ആ നേരത്ത് നിന്നെ പിടിക്കുവാനായി കയറി വരുന്ന പൈശാചിക ശക്തിയെ നീ കാണുമ്പോഴാണ് നിലവിളിക്കാൻ പോകുന്നത്. അന്ന് ആരും കാണില്ല നിന്നെ രക്ഷിക്കാനായിട്ട്. ചിലര് മരിക്കാൻ നേരത്ത് ചെല്ലുമ്പോ കിടന്ന് നിലവിളിയും കരച്ചിലും അയ്യോ 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 എന്നെ പിടിക്കുന്നേ വലിക്കുന്നേ എന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടവാ, അല്ലേ? മറ്റു ചിലർക്ക് ചെല്ലുമ്പോ പറയുന്ന ആ വല്യപ്പൻ വന്നു, എന്നെ അമ്മാവൻ വന്നു, അല്ലെ പിന്നെ അങ്കിള് വന്നു, അച്ചാച്ചൻ വന്നു, അവര് വന്നു, ഇവര് വന്നു, മരിച്ചുപോയവരെല്ലാം കാണുക. എന്താ കാരണം? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ നിന്നെ സ്വീകരിക്കാൻ വരണം. രക്ഷിക്കപ്പെട്ടവനെ സ്വീകരിക്കാൻ വരുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്.
ദൈവത്തിന്റെ ദൂതന്മാരാ വരുന്നത്. കാരണം എന്നാ? അവർ വന്നിരിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിന്ന്, അവന് വേണ്ടി വിശ്വാസം സൂക്ഷിച്ച്, കർത്താവിന് വേണ്ടി അഘോരം പ്രയത്നിച്ച അവനെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ദൂതന്മാർ വരും. മനസ്സിലാകുന്നുണ്ടോ? ലോകം നോക്കുന്ന എന്നാണെന്നറിയോ? മരിക്കാൻ കിടക്കുന്നവന്റെ വീട് എന്തോരമുണ്ട്, അവന്റെ ബാങ്ക് ബാലൻസ് എന്താണുണ്ട്, കിടക്കുന്ന കട്ടില് നല്ലതാണോ, മക്കൾ എവിടെയൊക്കെയായി. ഹേ മനുഷ്യ, ഇതിനു മുമ്പ് ജീവിച്ചിരുന്നവരെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിച്ചു. അവരെല്ലാം ഈ മണ്ണിൽ അവസാനിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽ നേരം നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ എന്നാ? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ എന്നാ? വായിച്ചേ. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. നമുക്ക് ആ ഭാഗം, പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെ കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെ കുറിച്ചും. ശ്രദ്ധിക്കണം, ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന പിശാച് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലേ? വായിച്ചോ. ന്യായവിധിയെ കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ ശ്രദ്ധിക്കണം, പിശാച് അവനെ ന്യായം വിധിച്ചിരിക്കുകയാണ് ക്രിസ്തു. അല്ലേ? കർത്താവ് ന്യായം വിധിച്ചിരിക്കും. അപ്പോൾ മനസ്സിലാക്കാം, നാം എങ്ങനെയാ നീതിയിൽ വിശ്വസിക്കുന്നത്? നമുക്ക് വേണ്ടി പുത്രനാകുന്ന യേശു കർത്താവ് സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാനിത് ലേഖനം ഒന്ന് പാടത്തെ. എടുത്ത് വായിക്കും, മനസ്സിൽ നിന്നൊന്നും വായിക്കണ്ട. മനസ്സിലുള്ളതൊന്നും സ്തോത്രം വായിക്കേണ്ട കാര്യമില്ല. നമ്മള് സ്തോത്രം 2:1 വായിച്ചേ. 1 യോഹന്നാൻ 2:1 എടുത്ത് വേഗം വേഗം വായിക്കേ. ഓർക്കാൻ എടുത്ത എഫർട്ട് മതി പേജ് മറിക്കാൻ. 1 യോഹന്നാൻ 2:1. 1 യോഹന്നാൻ 2:1 വായിച്ചേ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ. ഇത് ആർക്കാ ഇത് ബാധകമെന്ന് അറിയാവോ? രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇരിക്കുന്നവനേ ഉള്ളൂ. അല്ലാതെ രക്ഷിക്കപ്പെടാതെ ക്രിസ്തുവിൽ വരാത്ത ഒരുവൻ പാപത്തിലായി ഇരിക്കുന്ന അവൻ പ്രത്യേകിച്ച് പാപത്തെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. പാപം കഴുകപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുകയും അവരേതെങ്കിലും പാപത്തിൽ വീണാൽ അവർക്കേ ഇതിൽ നിന്ന് മോചനമുള്ളൂ. ലേഖനം സഭയ്ക്ക് എഴുതിയിരിക്കുന്ന, അല്ലാതെ ലോകത്തിന് എഴുതിയിരിക്കുന്നല്ല. ലോകത്തിന് എഴുതി വെച്ചിരിക്കുന്നത് സുവിശേഷമാണ്. അത് കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവസഭയോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ആ പദം നിങ്ങൾ വായിച്ചോ, കണ്ടോ? നിങ്ങളുടെ കണ്ണുകളിൽ ഉടക്കിയോ ആ പദം? നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അപ്പൊ ഈ പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തു സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് നേരെ ശത്രു പറയുന്ന അപവാദങ്ങൾ അവിടെ ഫലിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മരണത്തോട് പങ്കാളിത്തം ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ആമേൻ. അപ്പോൾ കർത്താവിന്റെ മരണത്തോട് പങ്കാളിത്തമില്ലാത്ത ഒരുവൻ ജീവിച്ചിരുന്ന അവൻ പാപം ചെയ്താൽ അതിന് കണക്ക് കൊടുക്കേണ്ടത് അവൻ അവൻ നിത്യമായ ദണ്ഡനത്തിൽ വീഴേണ്ടതായിട്ട് വരും. അതാണ് ന്യായവിധി. ആ ന്യായവിധിയിൽ നിന്ന് നമുക്ക് ഒഴിവ് വന്നത് എങ്ങനെയാണ്? അവന്റെ മരണത്തോട്, യേശു ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചു. അവനോട് ഏകീഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി തീർന്നിരിക്കുകയാണ്. എന്തിന്? പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നിരിക്കുകയാണ്. ഇതിന് കൂടെ വായിക്കേണ്ട ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. 12-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിച്ചോ. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, സ്വർഗത്തില് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ മഹാസർപ്പത്തോട് യുദ്ധം ചെയ്ത്
സ്തോത്രം, ദൈവസഭ സ്വർഗത്തിലേക്ക്, ഒത്തിരി വിഷയമുണ്ട് അല്ലെ. ആൺകുട്ടി സ്വർഗത്തിലേക്ക് കയറുകയാണ് അല്ലെ. ആ ദൈവസഭ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ അവിടെ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും സാത്താനും തന്റെ ദൂതന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോൾ യുദ്ധമുണ്ടായപ്പോൾ സ്തോത്രം, സാത്താൻ അവന്റെ സൈന്യത്തെയും സ്വർഗത്തിൽ നിന്ന്, സ്വർഗ സ്ഥലത്ത് നിന്ന് സ്തോത്രം അവിടെ നിന്ന് നിർമൂലമാക്കി ഭൂമിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ദൈവസഭ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവസഭ സ്വർഗത്തിൽ ചെല്ലണം. അതായത് കാന്തയാകുന്ന നമ്മൾ, അല്ലെങ്കിൽ സഭയാകുന്ന നമ്മൾ, ദൈവസഭയാകുന്ന നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കാര്യം? തെരഞ്ഞെടുക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ ചെല്ലണം, ദൈവസന്നിധിയിൽ ചെല്ലണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിക്കുന്നത്. അവിടെ വായിക്കുന്ന ആ ഭാഗം വായിക്കുന്നത്, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടും അല്ലെ. ത്രികാല അനുഭവം എന്ന് പറയും. നമ്മൾ ഈ തിയറി പഠിച്ചാലും കാര്യത്തോടെ എടുക്കുമ്പോ പറയാൻ അറിയാൻ മേലാത്തവരെ കൂടുതലും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ അനുദിനം പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോൾ വിശുദ്ധിയായി നമ്മൾ ജീവിക്കുന്നു. അടുത്ത് രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നാം രക്ഷിക്കപ്പെടും. അതാണ് പൂർണ്ണത. യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്നതോടുകൂടി നമ്മുടെ രക്ഷ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് വചനപ്രകാരം വിശുദ്ധിയിലും വേർപാടിലും ഇരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് യേശു ക്രിസ്തു വേഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ശ്രദ്ധിക്കണം. മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും. ശ്രദ്ധിക്കണം, രക്ഷ. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ കാന്ത അല്ലെ വിശുദ്ധ സഭ സ്വർഗത്തിൽ പ്രവേശിച്ച് ഇനി ദുഷ്ടന്റെ കയ്യിലോ ലോകത്തിന്റെ കയ്യിലോ യാതൊന്നിന്റെ കയ്യിലോ ചെല്ലാതെ വേണം കർത്താവിനാൽ സൂക്ഷിക്കപ്പെടുന്ന അവസ്ഥയ്ക്കാണ് രക്ഷ എന്ന് പറയുന്നത് അല്ലേ. ദൈവകരത്തിൽ സൂക്ഷിക്കപ്പെടുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ നാം സ്വർഗീയ യെരൂശലേമിൽ നാം പ്രവേശിക്കണം. കർത്താവിന്റെ ഭവനത്തിൽ നാം പ്രവേശിക്കുമ്പോൾ മാത്രമാണ് രക്ഷ പൂർണ്ണമാകുന്നുള്ളൂ. ഇപ്പൊ പൂർണ്ണമല്ല, ആണോ? നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് തേജസ് പ്രാപിച്ച് കർത്താവിന്റെ തേജസ് നമ്മൾ പ്രതിബിംബിക്കുന്ന രൂപാന്തര ശരീരത്തോടുകൂടെ നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലണം. പുത്രനോടുകൂടെ നിൽക്കുവാൻ നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലണം. അങ്ങനെ പുത്രനോടുകൂടെ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ വെളിപ്പാട് ദിവസത്തിൽ ആത്മാവ് യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ആ പദം ശ്രദ്ധിച്ചോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? രക്ഷയും ശക്തിയും രാജ്യവും. അപ്പൊ ശ്രദ്ധിക്കണം, ക്രിസ്തു മുഖാന്തരം രക്ഷ നമ്മൾ അനുഭവിക്കുന്നത് പൂർണ്ണമാകുന്നത് നമ്മൾ ക്രിസ്തുവിലായി തീരുക, ദൈവരായിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ്. അടുത്തത് രക്ഷയും, അടുത്തത് ശക്തി. അപ്പോൾ എങ്ങനെ? തന്റെ അധ്വാനത്താൽ താൻ മരണത്തിന്റെ അധികാരിയെ പിശാചിനെ നീക്കി മരണവാശങ്ങളെ അടിച്ച് തന്നിൽ വെച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി ഉയർപ്പിച്ച് അവരെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പുത്രന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാം അവിടെ ചെന്ന് പുത്രന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നമ്മുടെ വായിൽ നിന്ന് സ്തോത്ര സ്തുതികൾ പുറപ്പെടുമ്പോഴാണ് ദൈവശക്തി അവിടെ പ്രസിദ്ധമാകുന്നത്. കാര്യം, ഞാൻ വിൻസെന്റ് ആകുന്നത് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ എങ്ങനെ പുത്രൻ രക്ഷിച്ചു എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുമ്പോഴാണ് പുത്രന്റെ മഹത്വത്തോടെ ഉയരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ പിതാവായ ദൈവത്തെ സ്വതം സകല ദൂതന്മാരും സാറാഫുകളും ഇടപെടാതെ കർത്താവിനെ ആരാധിക്കുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ ചെന്നിട്ട് വേണം ആരാധിക്കാൻ. നമ്മൾ എങ്ങനെയാണ് ആരാധിക്കുന്നത് മനസ്സിലാക്കണം. നമ്മൾ വീണുപോയവരായിരുന്നു, തകർന്നു പോയവരായിരുന്നു, ആശ നഷ്ടപ്പെട്ടവരായിരുന്നു, പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി നാം ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച അളവിയ ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചപ്പോൾ നമുക്ക് ബോധ്യം വന്നു, അളവി എന്താണ് എന്നെ വെട്ടിയെടുത്ത പാറയിലേക്കോ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അളവി എന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാണെന്ന് നമ്മൾ അറിയാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ഇരുന്നും രക്ഷിക്കപ്പെടാതെ അലക്ഷ്യമായിട്ട് ക്രിസ്ത്യ ജീവിതം നയിച്ചൊക്കെ പോയവരൊക്കെ എവിടെ കിടക്കുകയായിരിക്കും? താഴെ പാതാളത്തിൽ കിടക്കുകയായിരിക്കാം നേരത്തെ. മനസ്സിലായോ? അതുകൊണ്ട് വളരെ ഗൗരവമായി ഓടണം, വളരെ ഗൗരവമായി ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്താണ് ആ ഭാഗം വായിക്കുന്നത്? അവന്റെ രക്ഷയും ശക്തിയും, അടുത്തത് രാജ്യവും, ക്രിസ്തുവിന്റെ ആധിപത്യവും.
അപ്പൊ തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മളെപ്പോൾ ദൈവസന്നിധി ചെല്ലുന്നു അപ്പോഴാണ് അത് തുടങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ യുദ്ധം നടന്നു. അപ്പോൾ ഇതുവരെയും നമുക്ക് നേരെ നിന്നത് ആരായിരുന്നു? അടുത്ത വാക്യത്തിൽ കിടപ്പുണ്ട്, വായിച്ചേ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നു. അപ്പൊ ഈ ദൈവസന്നിധി കുറ്റം ചുമത്തുമ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അതാണ് യോഹന്നാൻ 2:1 വായിച്ച കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് അവിടെ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ സന്നിധിയിൽ, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഇവിടെ ഭൂമിയിൽ നമ്മുടെ അല്ലേ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളിലും യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥൻ സ്വർഗത്തിലുമാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ട് പിശാച് പറയുക, അവിടെ ചെന്ന് നമുക്ക് നേരെ അപവാദങ്ങളും കുറ്റങ്ങളും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നേരെ നിൽക്കുമ്പോ അവിടെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളിവിടെ കണ്ടു. 1 യോഹന്നാൻ 2:1 ഇവിടെ വായിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം, നമ്മുടേത് മാത്രം സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. അപ്പൊ പ്രായശ്ചിത്തമാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കാര്യസ്ഥനായിരിക്കുമ്പോൾ പിതാവിനോട് സാത്താൻ നമ്മളെ കുറിച്ച് അപവാദങ്ങളും കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ, നാം ചെയ്ത പാപങ്ങൾ ക്രിസ്തുവിനോട് ഏറ്റു പറയുമ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു സ്വർഗത്തിൽ വാദിക്കുകയാണ്. ഈ ബോധ്യം നമുക്ക് വേണം. മനസ്സിലായോ? ഹല്ലേലൂയ. നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അപവാദം പിതാവിനോട് സാത്താൻ പറയുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയാണ്. അങ്ങനെ പക്ഷവാദം കഴിക്കണമെങ്കിൽ നീ വീണ്ടും ജനിച്ചിരിക്കണം, നീ രക്ഷിക്കപ്പെട്ടിരിക്കണം, പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാതെ നീ ഉമ്മ നടന്നിട്ടുണ്ടെങ്കിൽ എന്താ കാലിക്കുറ്റി എന്നാ പറയുന്നത് കാലിക്കുറ്റിയും കൊണ്ട് നടക്കുന്ന പോലെ ഇരിക്കും അവസാനം. അപ്പോൾ എന്ത് വേണം? ഒരുവൻ പാപം ചെയ്ത് അവൻ ഏറ്റു പറയണം, ക്രിസ്തുവിനോട് ഏറ്റു പറയണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും പൈശാചിക പോരാട്ടം തുടർമാനമായിട്ട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാവോ? ഒന്നെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ രക്ഷാനുഭവം ഇല്ല. ഇതിലേതോ ഒരു കാര്യത്തിലുള്ള കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനോട് നിങ്ങളുടെ കുറവ് പറയാൻ കഴിയാത്തത്. നിങ്ങൾ ക്രിസ്തുവിനോട് നിങ്ങളുടെ കുറവ് പറയുന്നതാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ മായ്ക്കുകയും പിശാച് അവകാശം പറയുമ്പോ ആ അവകാശങ്ങൾക്ക് മീതെ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് കഴിയുമ്പോൾ പിശാചിന്റെ ആ ഒരു ആയുധം നിന്റെ മേൽ ഫലിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ രോഗമിട്ട് അല്ലെങ്കിൽ നീ പാപം ചെയ്ത് കഴിയുമ്പോൾ പിശാച് പറയും അവൻ ഇന്ന പാപം ചെയ്തിട്ട് അവന് കഠിനമായ രോഗം കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ദൈവസന്നിധി നോക്കുമ്പോൾ പുത്രന്റെ സന്നിധിയിൽ നീ ഒന്നും ഏറ്റു പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും ബോധക്കേട് ഉറക്കമായിട്ട് നടക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ രോഗം കയറാൻ തുടങ്ങി, പ്രശ്നം കയറാൻ തുടങ്ങി, കാര്യം എന്താണെന്ന് അറിയാൻ മേല. പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു, മനുഷ്യൻ കേൾക്കാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടില്ല. മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ കാര്യത്തിലേക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. രഹസ്യ പാപങ്ങളെല്ലാം ഏറ്റു പറയുന്നുണ്ടോ യേശു ക്രിസ്തുവിന്റെ സന്നിധിയില്? പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിനോട് നിന്റെ രഹസ്യ പാപങ്ങൾ ഏറ്റു പറയണം, ക്ഷമിക്കാൻ പറയണം. നിന്നെ പാപത്തിൽ നിന്ന് യേശു കർത്താവ് രക്ഷിച്ചിട്ട് നീ വീണ്ടും പാപത്തിൽ തന്നെ തുടരുന്നത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ ബോധ്യം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പിശാച് അവിടെ നിന്നുകൊണ്ട് പറയുന്നേ നമ്മുടെ ആൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, നീ അങ്ങടെ കർത്താവ് പുത്രനോട് അപേക്ഷിച്ചിട്ട് കുറെ ദൂതന്മാരെ കൂടെ നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഇവൻ എന്റെ ചെയ്ത പാപങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതെല്ലാം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അവനെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അവന്റെ പേരിൽ ഇന്ന കാര്യങ്ങൾ വരണമെന്ന് പറയും. അത് വരണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുമ്പോൾ ദൈവസന്നിധിയിൽ അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തിട്ടില്ല? പുത്രന്റെ സന്നിധിയിൽ തന്റെ കുറവുകളൊന്നും ഏറ്റു പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യും? നമ്മുടെ തിരുമേശ നമ്മുടെ നടുവിലുണ്ട്, നീ എന്നാ ചെയ്യാൻ പോവാ? കർത്താവിന്റെ സന്നിധിയിൽ കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യനെ ബോധിപ്പിക്കേണ്ട, മനുഷ്യനെ ബോധിപ്പിച്ച് ഈ അവസ്ഥയിലെത്തി. നീ ദൈവ സന്നിധിയിൽ നിന്റെ കുറവുകൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ, കൃപാവരങ്ങളോ അന്യഭാഷ അടയാളവും ഇല്ലാതെ നീ എങ്ങനെ ക്രിസ്തുവിനോട് സംസാരിക്കുന്നേ? എങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഒത്തിരി പേര് ചതിക്കപ്പെടാൻ പോകുന്ന എങ്ങനെയാണെന്നുണ്ട്. ശ്രദ്ധിച്ചേ, പുറമെ പെന്തക്കോസുകാരനായിട്ട് നടക്കും കേട്ടോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നല്ല സന്തോഷമുള്ളൊരു കാര്യം പറയാൻ പോവാ. പുറമെ പെന്തക്കോസുകാരനായിട്ട് കാതലും കഴുത്തേലും ഒന്നുമില്ല, വീശയില്ല, വെള്ളം ഇട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടൊക്കെ വരും. എന്നിട്ട് മറ്റുള്ളവരെ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കും. കേക്ക്, ഈ പരീക്ഷന്റെ സ്വഭാവം ഇത് തന്നെയാണ്.
മനസ്സിലാകുന്നുണ്ടോ? പരീക്ഷ എന്താന്ന് പറഞ്ഞാൽ അവൻ ശരിയാകത്തില്ല. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മറ്റുള്ളവന്റെ കുറവ് നോക്കൊണ്ടിരിക്കും. എവിടാ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ശ്രദ്ധിച്ച് കേൾക്ക. ചിലപ്പോ ഇന്നതിന്റെ വിടുതലിന്റെ ദിവസമാണെങ്കിലോ ശ്രദ്ധിച്ചേ, അവിടെ സ്തോത്രം ഏറ്റു പറയേണ്ടത് ഏറ്റു പറയാതെ ജീവിക്കുമ്പോ കർത്താവിന് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. കഴിയുവോ? യേശുക്രിസ്തുവിന്റെ കാര്യത്തിന് പിതാവിന്റെ അടുത്തുണ്ട്. മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ മറ്റുള്ളവരുടെ ബോധിപ്പിച്ച് നടക്കുക. നിന്റെ പ്രശ്നത്തിന് മേൽ പ്രശ്നം വർദ്ധിക്കുന്നതിനാണ്. ശ്രദ്ധിച്ചേ, നീ എന്തുകൊണ്ടാണെന്നറിയാം? പുറമെ വെള്ളമൊക്കെ ഇട്ടിട്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം, പാതാളത്തിൽ നോക്കുന്നതല്ല ചേട്ടൻ്റെ മുഖത്ത് എന്നാ പറയും, ഒരു സന്തോഷമില്ല, യാതൊരു ചൈതന്യമില്ല, ആരാശ്വാസം. എന്താണെന്നറിയോ? അകത്ത് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നടക്കുന്നില്ല. നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നടക്കുന്നില്ല. അതല്ലേ സത്യം? എന്നിട്ട് മനുഷ്യനോട് പറയുക, എൻ്റെ അവസ്ഥ എല്ലാം ഇങ്ങനെയാണെന്നേ. നീ എത്ര നാളായി ക്രിസ്തുവായിട്ട് സംസാരിച്ചിട്ട്? ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നീ അകന്നു പോയിട്ട് എത്ര നാളായി, എത്ര വർഷമായി, എത്ര മാസമായി? നീ എണ്ണിക്കോ. എന്താ അവിടെ വായിക്കുന്ന ഭാഗം വായിച്ചോടി? പാഠപുസ്തകത്തിൽ എന്താണോ കാണുന്നത്? വായിച്ചേ. ശ്രദ്ധിക്കണം, നമ്മുടെ സഹോദരന്മാരെ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ ഇത് എഴുതുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വർഗത്തിൽ ഈ സാത്താൻ അവന്റെ പ്രവർത്തികളെയും നല്ലതുപോലെ അറിയാവുന്ന ജയിച്ച് സഭ സ്വർഗത്തിൽ ചെല്ലുക. അവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? ഈ നാളിതുവരെയും എന്റെ കുറ്റവും എന്റെ ഏതു പ്രവൃത്തിയും പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അത് കുറ്റമായി അവതരിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് ഭാരം വരുത്താൻ പിശാച് പലയിടത്തിലും വന്നപ്പോൾ ഞാൻ ഏത് വിഷയത്തിലാ പിശാച് കുറവ് പറയാൻ വരുന്ന ആ വിഷയം ക്രിസ്തുവിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളവരാണ് ദൈവസഭ. മനസ്സിലായോ? എന്നെ ബോധിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. പരിശോധിച്ച വിട്ടുമാറാത്ത രോഗങ്ങൾ, അനേക രോഗികളാകുന്നു, ബലഹീനരാകുന്ന അനേകരും നിദ്ര കൊള്ളുന്നു. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ക്രിസ്തുവിന്റെ സന്നിധിയിൽ വേറൊന്നും പറയാനില്ലെന്നേ. തിരുവെടുത്ത ഞാൻ പറഞ്ഞത്. ആമേ, നമ്മൾ ശരിയായില്ലെങ്കിൽ ശരിയാകണം. അതിനെ കർത്താവ് ആഗ്രഹിക്കുന്നത്. മടങ്ങി വരേണ്ട മേഖല മടങ്ങി വരണം. കാര്യം ഇവിടെ പറയുന്ന രാപ്പകൽ സ്തോത്രം അപവാദം പറയുന്ന പിശാച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും സ്തോത്രം പിശാചിനെ ശാസിച്ച വല്ല കാര്യവും നടക്കുന്നുണ്ടോ? നമ്മളിപ്പോ ശാസിക്കുന്ന പിശാച് എവിടെയൊക്കെ ഇരിക്കുന്ന? ബെഡ്റൂമില്, ഹാളില്, മരത്തിന്റെ ചോട്ടില്. ഈ പിശാച് എവിടെയാ നിൽക്കുന്നത്? ഈ വാക്യം വായിച്ചിട്ട് പറ, പിശാച് എവിടെയാ നിൽക്കുന്നേ? ദൈവസന്നിധിയില്. ആരുടെ കാര്യം പറഞ്ഞോണ്ടാ നിൽക്കുന്നത്? നിന്റെ കാര്യം പറഞ്ഞോണ്ടാ നിൽക്കുന്നത്. നീ ശാസിക്കുന്ന എങ്ങോട്ട് നോക്കട്ടെ? ലിവിംഗ് റൂമിലേക്ക് നോക്കി ശാസന. ഞാൻ പറയാം, നീ പാപം ചെയ്തതാ പിശാച് നോക്കാൻ വരുന്നത്. പിതാവിന്റെ മുഖം നിനക്ക് പ്രതികൂലമാക്കണം. കാര്യം നിന്റെ നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിതാവിന്റെ അനുവാദം വേണം. പിതാവ്. അപ്പൊ നമ്മൾ പറയും, നമ്മുടെ ഈ പ്രോസ്പെരിറ്റി തിയോളജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതെന്നറിയോ? നീ എന്ത് വന്നാൽ നിന്നെ വിട്ടുകൊടുക്കില്ല. എങ്കിൽ പിന്നെ നീ പറ, ആരാടാ ബലഹീനനും രോഗികളും നിദ്രയും പ്രാപിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ദുരുപദേശമുണ്ട്. നിന്നെ ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കും. രഹസ്യാവെല്ലാം അകത്ത് വെച്ചിട്ടാണ് ഇവന് ഈ പാട്ട് പാടുന്നത്. രഹസ്യഭാവമെല്ലാം അകത്ത് വെച്ചിട്ട് ഒന്നുപോലെ ഏറ്റു പറയാതെയാണ് ഇനി പാട്ട് പാടുന്നത്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, എന്റെ യേശു എത്ര വലിയവൻ. അടുത്ത ഞായറാഴ്ച വരുമോന്നറിയത്തില്ല. ഈ ദുരന്തങ്ങൾ പല സഭയ്ക്കകത്ത് കയറി ഇറക്കുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? അത് വെറുതെ വരുന്നതല്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ കിട്ടുന്ന ദശാംശം മേടിച്ച് തിന്നുന്ന പാസ്റ്റർമാര് എത്തിക്കുന്ന ദുരന്തങ്ങളാണ് പലതും. അവരുടെ കുറ്റം പറയണ്ട, നമ്മൾ നന്നാകാൻ നോക്കിയോ. അവന് സ്വർഗത്തിൽ പോയിട്ട് നിനക്ക് ഗുണമൊന്നുമില്ല, നീ പോണം. എന്താണ് ഇവിടെ വായിക്കുന്നത്? നിനക്ക് അപവാദം പറയുന്ന പിശാച് എവിടെ നിൽക്കുക? വായിച്ചോ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ
ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ ശ്രദ്ധിക്കണം. കളഞ്ഞുവല്ലോ. ശ്രദ്ധിക്കണം. ഇവിടെ സ്തോത്രം, നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് വേഗം നമുക്ക് മടങ്ങിയിരിക്കാം. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം എടുത്തേ. അതിനകത്ത് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട രണ്ട് ഭാഗമുണ്ട്. നമുക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്കൊന്ന് എടുക്കാം. ഇയ്യോബിന്റെ പുസ്തകം എടുത്തേ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു. അല്ലെങ്കിൽ 1:1 വായിക്കുമ്പോൾ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. കാര്യങ്ങളൊക്കെ വായിച്ചോ. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വവാസികളിലും മകാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്നു കഴിക്കുകയും താങ്കളോട് കൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ ഞങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു പതിവായിരുന്നു. എന്നാൽ നാളുകൾ വട്ടം തിരിയുമ്പോൾ പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും. അപ്പൊ എന്താ നടക്കുന്നതെന്ന് ഇവിടെ ഇയ്യോബ് പറയുന്നത് ശ്രദ്ധിച്ചോ. എന്താ പാപം ചെയ്ത് കഴിയുമ്പോ എന്താ സംഭവിക്കുന്നേ? ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു. പക്ഷെ അവൻ സഭായോഗത്തിന് കൃത്യം വരുന്നേ, ഫ്രണ്ടിലിരിക്കും, പാട്ട് കൈയടിച്ച് പാടുന്നേ. ഇയ്യോബ് നടത്തുമ്പോ ഇവര് മക്കളാന്ന് പറയാൻ, എന്റെ അപ്പച്ചൻ സ്തോത്രം മഹാനായ ഇയ്യോബ് സ്തോത്രം വലിയൊരു ഗ്ലോറിയസ് ആണ്. ഭയങ്കര ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നു. പക്ഷെ ഈ മക്കളെല്ലാം ചത്തുപോയി. ഈ മക്കളെല്ലാം ചത്തുപോയി. എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാ കാരണം? ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയി. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ. ആ വാക്യത്തിൽ നിന്ന് മനസ്സിലായി ഇയ്യോബിന് വിവേചനപരം ഉണ്ടായിരുന്നു. എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറയണമെങ്കിൽ വിവേചിക്കാതെ പറ്റുമോ? അപ്പോ അഭിഷേകമുള്ളവന് വിവേചനപരമുണ്ട്. മനസ്സിലായോ? കൂടെ ഇരിക്കുന്നവനൊക്കെ എവിടെ കിടക്കുന്നതെന്ന് അഭിഷേകമുള്ളവൻ അറിയാന്നേ. അഭിഷേകമുള്ളവന് കൃത്യമായിട്ട് അറിയാം. എന്താ അറിയാവുന്നേ? സ്തോത്രം. അഭിഷേകമുള്ളവെന്ന് അറിയാവുന്നൊരു കാര്യം, തന്റെ മക്കളാണെങ്കിലും അവരുടെ എല്ലാം സ്പിരിച്വൽ ക്വാളിറ്റി എന്നാന്ന് കൃത്യമായിട്ട് അറിയാം. ആത്മീക നിലവാരം നല്ലതുപോലെ ആർക്കറിയാം? ഇയ്യോബിനറിയാം. അപ്പോ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണ ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകും. ശ്രദ്ധിക്കണം, ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ. എന്നാ കാരണം? മക്കളെ നല്ലപോലെ അറിയാവുന്ന അപ്പനും അമ്മയ്ക്കും അറിയാം മക്കൾ എവിടെ കിടക്കുന്നത്. ഇങ്ങനെ ചില മക്കൾക്ക് അപ്പനും അമ്മയെ കുറിച്ചും അറിയാം അവരെവിടെ കിടക്കുന്നതെന്ന്. തിരിച്ചും മറിച്ചുകൊണ്ട്. എന്നാന്നറിയാവോ? പണ്ടൊരു ചൊല്ലില്ലേ, എന്നെ കൂടെ കിടക്കുന്ന രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറയുന്ന. ഇതെന്നാ കൂടെ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്നാ? മക്കളുടെ പോക്ക് കാണുമ്പോ ഇയ്യോബിന് തോന്നി ഈ പോക്കാണെങ്കിൽ അധികം നാൾ ഈ വണ്ടി ഓടൂലെന്ന്. അഭിഷേകമുള്ളവന്റെ പ്രത്യേകത അതാണ്. വിവേചിക്കാൻ കൃപ പ്രാപിച്ചവൻ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലേ? എന്താണ് വായിക്കുന്നത്? എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്ത്. അവിടെ വായിക്കുന്ന ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കും, നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവരുടെ ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്ത്. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുടുംബം അല്ലെങ്കിൽ ഇവരുടെ മക്കള് പിടിച്ചു നിൽക്കാനുള്ള സകല കാര്യവും ഈ കാർന്നവര് ചെയ്തു. പക്ഷെ മക്കൾക്ക് ആ ഭക്തി ഉണ്ടോ? ഇല്ല. പപ്പ പ്രാർത്ഥിച്ചോളും, ഡാഡി പ്രാർത്ഥിച്ചോളും, മമ്മി പ്രാർത്ഥിച്ചോളും. അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ചാകാൻ സാധ്യത കൂടുതലാണ്. അല്ലേ? ആമേൻ. കാര്യങ്ങൾ ചോദ്യം ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ഭാഗം വായിക്കുന്നത് ഇങ്ങനെ ദിനംതോറും
റിസ്ക് എടുത്ത് അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നതിന്റെ നടുവിലാണ് പണി തരാൻ പിശാചുകൾ വരുന്നത്. നമ്മൾ ഇങ്ങനെയാണ്, ഭയങ്കര പ്രാർത്ഥന മൂക്കുമ്പോഴാണ് അടി വരുന്നത്. ശ്രദ്ധിച്ചോ? എന്നാ കാരണം എന്നറിയാവോ? നിന്റെ കാര്യം സ്വർഗത്തിൽ ഒരു ചർച്ചാ വിഷയം ആയി കഴിഞ്ഞാൽ ഇത് നിന്റെ നടുവിൽ വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്, നമ്മൾ വായിച്ച ഭാഗം നമ്മൾ ഇങ്ങനെ കണ്ടത്. എന്താ കണ്ടത്? സ്തോത്രം. അവിടെ നിങ്ങളുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു, അല്ലെ? അപ്പൊ രാപ്പകൽ കുറ്റം ചുമത്തുക. അപ്പൊ രാപ്പകൽ കുറ്റം ചുമത്തുവാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇയ്യോബ് ഇവിടെ വായിക്കുന്ന എന്താണ്, എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്തു പോന്നു എന്ന് പറയുന്ന കാര്യം. പലപ്പോഴും പല കുറവുകളെ പരിഹരിച്ച് അവിടെ യാഗം കഴിച്ച് മുമ്പോട്ട് പോയിരുന്ന ഇയ്യോബിന്റെ ഭവനത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? സാത്താൻ അവിടെ കയറി ചെല്ലുകയാണ്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ശ്രദ്ധിക്കണം. ഈ രാപ്പകൽ തന്റെ സഹോദരന്മാർക്ക് നേരെ അപവാദം പറയുക എന്ന് പറഞ്ഞാൽ ചെന്ന് നിന്ന ഉടനെ പറയുകയല്ല. ആ സ്വർഗസ്ഥലത്തിൽ ദൈവസന്നിധിയിൽ ചെല്ലുന്ന സാത്താൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഇവൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വന്ന അവിടെ ചെന്ന ഉടനെ പറയില്ല അവർ ഊടാടി സഞ്ചരിച്ചത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ ഉള്ളത് ദൈവസന്നിധിയിൽ ഒരു ചോദ്യമുണ്ട്. ആ ദൈവസന്നിധിയിലാണ് ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും, ഗുണകരമായി സംസാരിക്കുന്നു. അതായത് കുറ്റം പറയാൻ ഒരുവൻ വരുമ്പോൾ നിന്റെ കുറ്റങ്ങളെ നിന്റെ മുമ്പിൽ ശത്രുവാകുന്ന പിശാച് നിരത്തി വയ്ക്കുമ്പോൾ അതിനെ അവിടെ നിന്നും മായ്ക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു മരണത്തിനും പാപത്തിനും മരണത്തിനും ഹല്ലേലൂയ പൂർത്തി വരുത്തി അവൻ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് ഒറ്റ കൂട്ടരേ ഉള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവുമായിട്ട് നിരപ്പ് വരണം. ശ്രദ്ധിച്ചോ? യേശുക്രിസ്തുവായിട്ട് നിരപ്പ് വരണം. കാര്യം നിനക്ക് വേണ്ടി ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ സംസാരിക്കണം. നിന്റെ ശരീരത്തിലോ നിന്റെ ഭവനത്തിലോ പ്രതിസന്ധി എഴുന്നേൽപ്പിക്കുന്നത് പിശാചിന് തന്റെ സ്വന്തം അധികാരത്തിൽ ചെയ്യാൻ കഴിയത്തില്ല. അത് പിതാവ് അനുവദിച്ചാലേ സാധിക്കത്തുള്ളൂ. മനസ്സിലായോ ഞാൻ പറയുന്നതിനാന്ന്? നിന്റെ ഭവനത്തിലാകട്ടെ നിന്റെ നന്മകളിലാകട്ടെ സ്വന്തം ശത്രുവാകുന്ന പിശാച് അവകാശം പറയണമെന്നുണ്ടെങ്കിൽ പിശാച് സർവാധികാരിയല്ല, സർവശക്തനല്ല. അവന് അനുവാദം കിട്ടണം. കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചും അവനെ ആ രൂപത്തിലാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയ പിതാവ് സ്വർഗത്തിലുണ്ട്. അവന്റെ അനുവാദമില്ലാതെ മനുഷ്യന്റെ നേർക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആരുടെ കാര്യമാണ് പറയുന്നേ? ഇയ്യോബ് ആരാ? ദൈവഭക്തനും. ഇവിടെ വായിക്കുന്നതിന് ദൈവഭക്തനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആകുന്നു. ഇങ്ങനെയാണോ രക്ഷിക്കപ്പെടാത്തവര്? പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ? ഇത് രക്ഷയുടെ അനുഭവത്തിൽ വന്നവരല്ലേ ഈ നിലവാരത്തിൽ ജീവിക്കുന്നുള്ളൂ, അല്ലേ? രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, നേരിനും നിഷ്കളങ്കതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിക്കപ്പെട്ടവരല്ലേ? ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് രക്ഷിക്കപ്പെട്ടവനല്ലേ? അതുപോലെ ദോഷം ചെയ്യാതെ അവരവരെ തന്നെ സൂക്ഷിക്കുന്ന രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയ്യോബ് ആ ക്വാളിറ്റി സൂക്ഷിച്ചു. അവന്റെ ക്വാളിറ്റിയുടെ മറവിൽ മക്കള് രക്ഷപ്പെട്ടില്ലെന്ന്. രക്ഷപ്പെട്ടോ? മക്കള് രക്ഷപ്പെട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം, മനുഷ്യൻ ഭൂമി വെച്ച് പുലർത്തുന്ന ഒരു ബിസിനസ് ദൈവം അംഗീകരിക്കത്തില്ല. മനസ്സിലാക്കണം. സ്തോത്രം. അവര് പ്രാർത്ഥിക്കട്ടെ, ഇവര് പ്രാർത്ഥിക്കട്ടെ, അവര് നിൽക്കട്ടെ, ഇവര് നിൽക്കട്ടെ, അവര് ചോദിക്കട്ടെ, ഇങ്ങനെ ആകട്ടെ എന്ന് പറയുന്ന യാതൊരു കാറ്റഗറിയും യാതൊരു പദ്ധതിയും ദൈവം അംഗീകരിക്കുന്നില്ല. മറ്റൊരവസരത്തിൽ ഈ ഭാഗം അവിടെ വായിക്കുന്നത് എന്താണ്? അവിടെ വായിച്ചത്, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽക്കുവാൻ ചെന്നു. അവിടെ വായിക്കുന്ന എന്താണ്? അവരുടെ കൂട്ടത്തിൽ സാത്താന് ചെന്നു. അവരുടെ കൂട്ടത്തിലേ ചെല്ലുന്നു. അപ്പൊ മനസ്സിലാക്കണം, ഈ അപവാദി എന്ന് പറയുന്ന അവൻ തന്നെ വരാൻ നേരത്ത് ഇനി സാത്താൻ കയറി രണ്ടു വാക്ക് പറയുന്നിരിക്കുന്നത്. അങ്ങനെയല്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം എന്നാ? ഈ സ്വർഗം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർക്ക്? ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ.
ഈ സ്വർഗത്തിൽ പിശാച് ചെല്ലുമ്പോഴല്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭാഷയിൽ പറയും എന്താണ്, അവിടെ പല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു, പല പുതിയ എന്റെ ഭാഷയിൽ പറഞ്ഞ പുതിയ വാസസ്ഥലങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പണ്ട് ലൂസിഫർ കിടന്ന ഇടത്തൊക്കെയാണെന്ന് ഓർക്കണം, ഇന്ന് അതിന്റെ അവസ്ഥക്കൊക്കെ മോഡറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് അവിടെ ഒരുക്കപ്പെട്ടു. അപ്പൊ ആ പണിയും ശബ്ദവും അവൻ കേട്ടോണ്ടാണ് അവിടെ ചെന്ന് അപവാദം പറയുന്നത്. അപ്പൊ പിശാച് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എടാ അവര് വരാറായി, അവിടെ പണിയെല്ലാം തീർന്നുകൊണ്ടായിരിക്കുന്നത്, അപ്പൊ അതിനു മുമ്പ് എന്റെ പണി ഇവിടെ പൂർത്തീകരിക്കണം. ഇതല്ലേ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യം ദൈവമക്കൾക്ക് ഭൂമി വേണമെന്ന്, നിന്റെ ഭവനത്തിനായിട്ടുള്ള പണി അവിടെ നടക്കുക. അപ്പോഴാ ഇവിടെ എങ്ങനെ ലോൺ കിട്ടാൻ പ്രാർത്ഥന, ഒരു കെട്ടിട എഴുത്തിന് വേണ്ടി പ്രാർത്ഥന, എങ്ങനെയാലും മക്കളുടെ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥന. ഇതൊക്കെ എവിടെ കിടക്കുന്ന, ഇതിവിടെ വിട്ടിട്ട് പോകാൻ കാഹളം നൊനിക്കുമ്പോ ഞാൻ പറയാം, കുറെ പേരുണ്ടല്ലോ കാഹളം നൊനിക്കുമ്പോ ഉണ്ടല്ലോ EMI പുറകയിലും ലോണിന്റെ പുറകയിലും പോയി അട്ടുപേർ കിടക്കുന്നു. എനിക്കത് അവരുടെ മനസ്സ് മറ്റൊന്നും വിട്ടിട്ടില്ല അല്ലേ. ആ ഭാഗം വായിച്ചേ, ഇയ്യോബിന്റെ പുസ്തകം 1:6 മുതൽ വായിച്ചേ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. ഇവിടെ വായിച്ചേ. നിൽക്കുവാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന്. ഞാൻ ചോദിക്കട്ടെ, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നത് എന്താ കാരണം? കാര്യം സകല സൃഷ്ടിക്കും അധിപതിയാകുന്ന ഒരുവനെയുള്ള സ്വർഗീയ പിതാവാണ്. അവന് സകല സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ ഇടയിലൂടെ പാസ് ഇല്ലാതെയും വിസ ഇല്ലാതെയും പാസ്പോർട്ട് ഇല്ലാതെയും ഒരുത്തം പോയ അവനോട് ചോദിക്കാം, പിടികിട്ടിയോ? അപ്രൂവൽ സ്വർഗത്തിലാ. നീ ആരാന്ന് ചോദിച്ചാൽ മറുപടി പറയണം. പക്ഷേ പുത്രനിലൂടെ അനേകർ നിൽക്കുവാൻ, നമ്മൾ വായിച്ച പോലെ പുത്രൻ മുഖാന്തരം അനേകർ തേജസ്സിലേക്ക് വരുവാനുണ്ട്. തന്റെ പ്രിയപുത്രൻ വലതുഭാഗത്തുണ്ട്. പക്ഷെ പുത്രനെ അംഗീകരിക്കാൻ പിശാച് ഇന്നും റെഡിയല്ല. അവനെ കണ്ട വിറയ്ക്കും, ഭയപ്പെടും. ഞാൻ പറയട്ടെ, നമ്മൾ ഒരു ഓഫീസർ റാങ്കിൽ ഇരുന്ന് നമ്മളൊരു കീഴുദ്യോഗസ്ഥനെ നമ്മളെ കാണുമ്പോൾ നമ്മൾ സല്യൂട്ട് അടിക്കും, ഹൃദയം കൊണ്ട് തെറിയും പറയും അല്ലേ. ഞാൻ ഒരിക്കൽ കണ്ടതാ, ഒരു വണ്ടിയുടെ പുറകെ അതൊരു ജഡ്ജി ഫ്രണ്ടിൽ പോവാ. അപ്പൊ ഞാനിങ്ങനെ പുറകെ വണ്ടിയും കൊണ്ട് പോയിപ്പോ ആ ജഡ്ജി കുറച്ച് നാൾ മുമ്പാ, ആ ജഡ്ജി അങ്ങോട്ട് കോടതിയിൽ അങ്ങോട്ട് തിരിയുന്ന ആ വാട വന്നപ്പോഴത്തേന് അങ്ങോട്ട് കാറ് തിരിഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന പോലീസുകാരൻ സല്യൂട്ട് അടിച്ചു. എന്നിട്ട് പോയ ഉടനാണ് കൈകൊണ്ടൊരു വൃത്തികെട്ട ഒരു ഇതും കൂടെ കാണിച്ചു. അപ്പോ അവന്റെ ഡ്യൂട്ടിയോടുള്ള ഭാഗത്തിൽ അവൻ സല്യൂട്ടും ചെയ്യും, പറയുന്ന അതോറിറ്റി അങ്ങ് മാറിക്കഴിയുമ്പോൾ അവന്റെ വൃത്തികേട് ചെയ്യും. ഇത് പിശാചിന്റെ സ്വഭാവമാണ്. ആ പിശാചിന്റെ സ്വഭാവം ആ പോലീസുകാരനുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം എന്നാ, അവിടെ ആ അതോറിറ്റി അവന്റെ സീനിയറോ അല്ലെങ്കിൽ ആ എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് ഒരാളെ കണ്ടപ്പോൾ സല്യൂട്ട് ചെയ്തു. തിരിച്ചു കഴിയുമ്പോൾ അവന്റെ വീട്ടിലെ സ്വഭാവം കാണിച്ചു. ആദ്യം അവന്റെ യൂണിഫോമിന്റെ സ്വഭാവം കാണിച്ചു, പിന്നീട് അവന്റെ വീട്ടിലെ സ്വഭാവം കാണിച്ചു. ഇത് തന്നെ പിശാചിന്റെ സ്വഭാവം. അവൻ കർത്താവിനെ കാണുമ്പോ കുമ്പിട്ട് നിൽക്കും, സ്തുതിക്കും, അത് ആ പുത്രനെ യേശുവോസ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോ അവന്റെ തനി സ്വഭാവം കാണിക്കും. അത് പിശാചിന്റെ സ്വഭാവമാണത് അല്ലേ. അപ്പോ കർത്താവിന് ഇവന്റെ സ്വഭാവം അറിയും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ദൈവസഭ വന്നു കഴിഞ്ഞ പിന്നെ ഇവൻ ഇവിടെ കയറാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന പട്ടിയെ സൂക്ഷിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവസഭയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോ പട്ടിക്കൂട് അടിച്ചു കളയുക, റോഡിനപ്പുറത്ത് പിന്നെ പട്ടിക്കൂട് അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പട്ടി നല്ലതാ, പട്ടി എല്ലാ കാര്യവും നല്ലതാ. പട്ടിക്ക് പേ പിടിച്ച് അന്ന് വീട്ടിൽ നിന്ന് അവൻ എത്ര നല്ല, പണ്ട് ഞാൻ ഇതിന് എന്നും പോത്തിന്റെ കാല് തന്നെ കൊടുത്തെന്ന് പറയുമോ പേ പിടിച്ചു കഴിഞ്ഞാ? കാരണം എന്നാ, എങ്ങനെയാലും അതിനെ തല്ലിക്കൊല്ലും. കാരണം എന്നാ, അതിന്റെ ഉള്ളിൽ പേ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പേ പിടിപ്പിക്കുന്ന സ്വഭാവവുമായി കാലങ്ങളായി വിശുദ്ധന്മാർക്ക് നേരെ അപവാദം പറഞ്ഞവനെ അവിടെ നിന്ന് തള്ളിക്കളയുന്ന ഒരു നാമമുണ്ട്, അത് യേശു ക്രിസ്തുവിന്റെ നാമം. കാര്യം എന്താണെന്നറിയോ? നാം സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ പിശാച് അതുവരെ അവകാശം പറഞ്ഞവിടെ നിൽക്കുകയാണ്. സ്വന്തം മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ചാൽ അതിലൂടെ കയറി പിടിക്കുന്നുണ്ട്, സൗണ്ട് കയറി പിടിക്കുന്നുണ്ട്. സ്തോത്രം. അതായത് നാളുകളായിട്ട് അപവാദം പറയുന്ന പിശാച് അവിടെ അപവാദം പറഞ്ഞ് ദൈവസഭയ്ക്ക് നേരെ സംസാരിക്കുമ്പോൾ, കാഹളം ധരിക്കാൻ നേരമാകുമ്പോൾ പിതാവായ ദൈവപുത്രനോട് പറയും, പോയി സഭയെ ചേർത്തുകൊണ്ട് വരുവാൻ പറയും. സഭയെ ചേർത്തുകൊണ്ട് വരുവാൻ പോകുമ്പോഴാണ്
അതുവരെ ഇവിടെ കയറി പാസില്ലാതെ ദൈവസന്നിധി കയറിക്കൊണ്ട് വന്ന സാത്താന് പിന്നെ അവിടെ കയറാൻ പറ്റില്ല. ഇവൻ അപവാദം പറഞ്ഞ് ക്ലേശിപ്പിച്ച ജനമാണ് ഇവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഇവനും ഇവന്റെ ദൂതന്മാരും അവിടെ കാണരുതെന്നുള്ളത് ദൈവനീതി. ദൈവനീതി എന്ന് പറയുന്നത് നമ്മൾ മുട്ട നിന്നാൽ 21 ഇരുന്നാലൊന്നും വരുന്നതല്ല. നിന്നെ ചില മേഖലകളിൽ നിർത്തുമ്പോൾ നിന്നോടുള്ള ദൈവത്തിന്റെ നീതി വെളിപ്പെടുമ്പോഴാണ് അതുവരെ കാണാത്ത നന്മകളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും വരുന്നത്. അത് നീ ദൈവ നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മനസ്സിലാകും? പ്രാർത്ഥിച്ച് വല്ലതും കിട്ടുന്നതും ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നതും രണ്ടും രണ്ടാണ്. വായിച്ച ഭാഗം നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് വരുന്നു എന്നുത്തരം പറഞ്ഞു. ദൃഷ്ടി വെച്ചുവോ അപ്പൊ ശ്രദ്ധിച്ചേ, അവിടെ ഇയ്യോബിനെ കുറിച്ച് പിതാവായ ദൈവം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാൻ അവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് അനുവദിച്ചു അല്ലേ? ഇവിടെ വായിച്ചേ, തുറന്ന് വായിച്ചു, വേഗം വായിച്ചു നോക്കോ. അപ്പൊ ശ്രദ്ധിച്ചേ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാ പ്രശ്നം. നീ മിണ്ടാതെ ഉറങ്ങിയാ നിന്നെ ശല്യപ്പെടുത്താൻ ആരും വരില്ലെന്ന് മനസ്സിലാക്കണം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാ സാത്താൻ നിനക്കെതിരെ വരുന്നത്. വെളിപ്പാടുകൾ പ്രാപിക്കുമ്പോഴാ സാത്താൻ നിനക്കെതിരെ വരുന്നത്. ചിലര് പ്രാർത്ഥിക്കില്ല, ആരാധിക്കില്ല, ഉപസിക്കില്ല, ഒന്നുമില്ല, ചത്തതിനോടൊത്തിരിക്കുന്നവർ അവർ പോരാട്ടം എന്നൊക്കെ വെറുതെ നുണയാന്ന്. വെറും നുണയാത്. പിശാചും നിന്നെ കണ്ടിട്ടില്ല, നീ പ്രാർത്ഥിക്കാൻ പോലും തുടങ്ങിയിട്ട് പിന്നെ നിന്റെ നേർക്കന്നെ പോരാട്ടം വരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദൈവഭക്തനായി ഇരിക്കുന്നതാണ് സാത്താൻ വിഷയം. ആരോടാണ് സാത്താൻ വിഷയം? ഭക്തിയോടെ ഇരിക്കുന്നവരോടാണ് സാത്താൻ പ്രശ്നമുള്ളൂ. അല്ലാതെ പിന്നെ ആർക്കാ? ഈ കണ്ട ഫോണിന്റെ അകത്തുള്ള കമന്റും പോസ്റ്റ് വിട്ട് എല്ലാ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെ പിശാചിന്റെ പോരാട്ടമുണ്ട്. ഒരിക്കലും ഇല്ല. കാര്യം അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, പിശാചിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് ബുദ്ധിയിൽ പിശാചിൻ ദൈവം ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതൊന്നും അവന്റെ ഫലം കൊണ്ട് അവൻ അറിയുന്നില്ല. വായിച്ചേ, യഹോവയോട് ദൈവഭക്തനായിരിക്കുന്നത് അപ്പോ അവനുള്ളതും അവനുള്ള സകലത്തിലും, അപ്പൊ അവനുള്ള സകലത്തിലും പെടുന്നതാണെന്ന് ഓർക്കണം. ഇവന്റെ മക്കളും മക്കളുടെ സകല നന്മകൾക്ക് ചുറ്റും തീമതിലായിരിക്കുകയാണ്. യാഗം കഴിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് യാഗം കഴിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിക്കും? നിന്റെ നന്മക്ക് ചുറ്റും തീമതിൽ ദൈവം അയക്കും. അതുള്ളതാണോ? അയക്കുന്നതാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കർത്താവ് തീമതിൽ മതി. എനിക്ക് അകത്തിരുന്ന് പാപം ചെയ്യും, പുറത്ത് തീമതിൽ. സുഖമല്ലേ? അല്ല, അങ്ങനെയുള്ള ചിലരുണ്ട് പ്രാർത്ഥന. എങ്ങനെയാ? കർത്താവ് എന്റെ നന്മയ്ക്ക് എല്ലാം തീമതിലായിരിക്കണം, തീമതിലായിരിക്കണം. നീയോ? ഞാൻ പഴയ പോലെ തന്നെയുള്ളൂ. നീ ശരിക്കും കണ്ണു തുറന്ന് നോക്ക്. നിന്റെ അടുത്ത് പിശാച് നിൽപ്പുണ്ട്. നീ ശരിക്കും കണ്ണു തുറന്ന് നോക്കണം. ശരിക്കും മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും കണ്ണു തുറന്ന് നോക്ക്. നിന്റെ അടുത്ത് നിൽപ്പുണ്ടാവും. നീ ആട്ടിയാളൊന്നും പോവില്ല. കാരണം എന്നാ? നിന്റെ സകല റെക്കോർഡ് മുകളിൽ നിന്ന് എഴുതി മേടിച്ചിട്ട് വന്ന് നിൽക്കുക. ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വേണം കളിക്കാൻ. പലർക്കും അറിയാൻ മേലാത്തത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ആ ദിവസം നമ്മൾ തിരുമേശയിലേക്ക് കടന്നു പോവുക. നമ്മൾ അവിടെ വരുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയും. നമ്മൾ കർത്താവിന്റെ സന്നിധി പറയുമ്പോൾ ഇരുന്ന് നീ ഉറങ്ങരുത്. ഇനി അടുത്ത ആഴ്ച നീ ഉറങ്ങാൻ ഭൂമിയിലുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ആമേൻ. അതുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് വേണം ഓടാനായിട്ട്, കേട്ടോ. ആമേൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മരണം പ്രത്യാശയുള്ളതാണോ? ആണോ? ആണെങ്കിൽ അങ്ങനെ ഇരിക്കും. ഈ ഒരുങ്ങാത്തവനാ പേടി. ഞാൻ ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് ആർക്കാ പേടി? പഠിക്കാത്തവനെ പേടി. പഠിക്കാത്തവൻ പരീക്ഷയുടെ തലേ ദിവസം കിടന്ന് ഭയങ്കര വെപ്രാളവും ബഹളവും ഇല്ലാത്ത പുസ്തകമില്ല. അതുവരെയോ പരീക്ഷ എഴുതോ, ബാഗ് എവിടെയാ, ചോറ്റും പാത്രം എവിടെയാ, ചെരുപ്പ് എവിടെയാ, കൊട എവിടെയാ. മരിക്കാൻ നേരത്തോ എല്ലാം കിടന്ന് ബഹളം തുടങ്ങി. എന്നാ കാരണം? നീ ഒരുങ്ങിയിട്ടില്ലെന്ന് നിന്റെ ഉള്ളിൽ അറിയാവുന്ന നിനക്ക്. ഒരുങ്ങിയ ഒരുവിന് പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്താ ഈ പേടി എന്ന് പറയുമ്പോ? നീ ഒരുങ്ങിയിട്ടില്ല, നീ ചട്ടപ്രകാരം പോരാടിയിട്ടില്ല. അതല്ലേ വിഷയം. വായിച്ചേ, ആ ഭാഗം വായിച്ചു വേണം നിർത്താം.
നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ആ. ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ. അവന്റെ മൃഗസമ്പത്തും ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. ആ ഡയലോഗ് പറയുമ്പോൾ ക്രിസ്തു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്താൽ നിനക്ക് വിടുതലാണ്. പിടികിട്ടിയോ? സാത്താൻ പറയുക, അയ്യോ ഭയങ്കര പ്രാർത്ഥനയാ, വീട്ടിൽ ഇരുന്ന് ഉറങ്ങും. മറ്റുള്ളവർക്ക് പറയാം അവിടെയല്ല എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു, സ്വന്തം വ്യക്തിപരമായിട്ട് കാര്യം അവിടെയൊക്കെ ഒന്നും കാണില്ല. മറ്റുള്ളവരോട് ചിലപ്പോൾ ഭയങ്കര ഭക്തി കാണിക്കുക. അതുകൊണ്ട് പറയും കർത്താവേ അവനെ അല്ല അവളെ അങ്ങനെ വിടണ്ട, ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുക. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ ഇവ നിങ്ങളുടെ പക്ഷത്തേക്ക് നോക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പക്ഷത്തേക്ക് നോക്കുമ്പോൾ ഒരു രീതിയിൽ ക്രമീകരിച്ചിട്ടില്ല, ഒരു രീതിയിൽ ദൈവസന്നിധിയിലെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും പറഞ്ഞേ? എന്നാ ചെയ്യാൻ പറ്റും? ഇച്ചിരി കൈക്കൂലി കൊടുത്താൻ പറ്റുമോ? ഫോൺ വിളിച്ച് പറയാൻ പറ്റുമോ? എന്നാ പറ്റും? നമ്മളിതെന്താ ഗൗരവമല്ലാത്തെന്ന് അറിയാവോ? നമ്മൾ ഈ അനുഭവിക്കുന്ന പോരാട്ടവും യാഥാർത്ഥ്യവും തമ്മിൽ ഒത്തു നോക്കാൻ പറ്റുന്നില്ല പലർക്കും. അതാണ് ഇതിന്റെ വിഷയം. അനുഭവിക്കുന്നതും യാഥാർത്ഥ്യത്തിൽ ആത്മീയത്തിൽ സംഭവിക്കുന്ന എന്നാന്ന് ഒരുമിച്ച് അത് പാരലായിട്ട് നോക്കാൻ പറ്റുന്നില്ല. അതിന് പകരം മനസ്സിൽ പണ്ട് മുതലും ചിന്തിച്ചു വെച്ച കുറെ കഥകൾ, സ്വപ്നങ്ങൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിലേക്ക് നീ എന്ന് വരുന്നു അന്നേ നിന്റെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടുത്തുന്നു. അല്ലേ? ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കണേ, അവിടെ പ്രയാസങ്ങളെല്ലാം ഉണ്ടായി. അതിനുശേഷം 2-ാം അധ്യായം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായം വേഗം വായിച്ചു. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു? യഹോവ സാത്താൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു പോകും. അവനെ പോലെ നിഷ്കളങ്കൻ. അപ്പൊ ശ്രദ്ധിക്കണ, ആദ്യത്തെ പരീക്ഷ കൊണ്ട് എന്ത് സംഭവിച്ചു? അവനുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു. ആദ്യത്തെ പരീക്ഷയ്ക്കകത്ത് പിശാച് സന്ദർശിച്ചപ്പോ അവന്റെ ഭൗതിക സമ്പത്തും മക്കളും നഷ്ടപ്പെട്ടു. പക്ഷേ സാത്താൻ അതുകൊണ്ട് നിൽക്കാനല്ല, അവൻ ദുഷ്ടനായതുകൊണ്ട് അവൻ വീണ്ടും അതുകൊണ്ട് മനസാക്ഷി എന്ന് പറയുന്നത് പിശാചിനില്ല കേട്ടോ. നമ്മൾ പറയാറില്ല അതിന് മനസാക്ഷിയില്ല, സത്യമില്ല, മനസാക്ഷിയില്ല. അവൻ സകലത്തിൽ ദുർഗുണപൂർണനാണ് പിശാച്. അവന്റെ ഹൃദയ സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇത്രയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സകലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരോട് ചോദിക്കതേ ഇവൻ ഇത്രയൊക്കെ പോയി, ഇനി അവനൊരു പരീക്ഷ ഉണ്ടോ? മനുഷ്യർ പറയും വേണ്ട അത് മതി. പക്ഷെ പിശാച് അതല്ല. പിശാച് അടുത്ത ലെവലിലാ പിടിക്കുന്നത്. പിന്നെ അടുത്ത ലെവൽ എന്താ പിന്നെ ചെല്ലുന്ന വായിച്ചേ. വരുന്നു വരുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കണേ, നാം ദൈവത്തിന് പ്രിയപ്പെട്ടതാണെങ്കിൽ നാം പ്രതിസന്ധി വരുമ്പോഴേ കർത്താവ് നമ്മൾക്ക് വേണ്ടി അവന്റെ ശബ്ദം ഉയർത്തുന്നത് കണ്ടോ? പിടികിട്ടിയോ പറഞ്ഞത് എന്നാന്ന്? നീ ദൈവത്തിന് ഫേവർ ആണെങ്കിൽ നിനക്കെതിരെ പിശാച് വരുമ്പോൾ തന്നെ കർത്താവ് നിന്റെ ശബ്ദം ഉയർത്തും. വായിച്ചേ. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ശ്രദ്ധിച്ചേ, ആ ക്വാളിറ്റി വീണ്ടും പറയുകയാണ്. അതായത് ഇവന്റെ മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും ഇവന് മാറ്റമില്ലെന്നുള്ള കാര്യം ദൈവം കാണുന്നത് കൊണ്ട്, ഭൂമിയിൽ പലതും നഷ്ടപ്പെട്ടത് കൊണ്ട് ഭക്തന്റെ നിലവാരം കാണാതിരിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. ഭൂമി പലതും നഷ്ടപ്പെട്ട അവന് നഷ്ടപ്പെട്ടു എന്ന് ആ പിശാച് മനസ്സിലാക്കുന്നത്. പക്ഷെ അവന് നഷ്ടപ്പെട്ടതൊക്കെ നശിച്ചു പോകാനിരിക്കുന്നത് തന്നെയാണെന്നുള്ളത് ദൈവം കണ്ടു. പിടികിട്ടിയോ? അവന് നഷ്ടപ്പെട്ടതൊക്കെ എന്തെങ്കിലും നശിച്ചു പോകാനിരിക്കുന്നത് തന്നെ അവന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവന്റെ ഭക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് സ്വർഗം കണ്ടു.
നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ നമ്മൾ വലുതാന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ അതൊന്നും നഷ്ടമായിട്ട് ദൈവം കാണുന്നില്ലെങ്കിൽ നിന്നോട് പണ്ടത്തെ പോലെ തന്നെ ഇന്നും ദൈവം ഇടപെടാൻ നിൽക്കുക. വായിച്ചേ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിച്ചേ. അപ്പൊ കർത്താവ് എന്താ അവിടെ പറയുന്നേ? വെറുതെ അവിടെ ഒന്നും കൂടെ വായിച്ച അവിടെ വായിക്കുന്നത് അവന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടത് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന്. അപ്പൊ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേട്ടെ, നിങ്ങൾ എവിടെ മനസ്സിലാക്കുന്നു എനിക്ക് അറിയത്തില്ല. ശ്രദ്ധിച്ചേ, ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് സ്വർഗത്തിൽ നടക്കുമ്പോൾ മുഖാമുഖം ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ഇയ്യോബ് ഭക്തിയിലിരിക്കുന്ന ഇയ്യോബിന് വേണ്ടി സ്വർഗത്തിൽ ഒരു സംസാരം നടക്കുമ്പോൾ ദൈവവും സാത്താനും നമ്മയോട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? എന്താണ് അവിടെ പറയുന്നത്? നീ എന്നെ വല്ലാതെ നിർബന്ധിച്ചു. അടുത്തെന്താണ് അവിടെ പറയുന്നത്? നിർബന്ധിച്ചു, വെറുതെ അവനെ നശിപ്പിക്കേണ്ടത് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് വേദന ഉണ്ടാക്കുന്ന പ്രോഗ്രാം പിശാച് ചെയ്തപ്പോഴും നാം എന്തോരം വേദനിച്ചു എന്നുള്ള വിഷയം ദൈവത്തിന് ആ വിഷയമുള്ളൂ, പിശാചിന് വിഷയമില്ല. അതുകൊണ്ട് ഒരുവൻ മുറിവേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ വീണ്ടും വീണ്ടും മുറിപ്പെടുത്താൻ ഒരുവന്റെ ഉള്ളിൽ തോന്നൽ വരുന്നുണ്ടെങ്കിൽ അവൻ പിശാചിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ്. മനസ്സിലായോ? ദൈവം പറയുന്നത് എന്താ? നീ എന്നെ വല്ലാതെ നിർബന്ധിച്ചു, നീ സ്വർഗത്തിൽ നിന്ന് നിർബന്ധിച്ചു, നീ എന്നും അവന്റെ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, കരുണയുള്ള ദൈവം, നീതിയുള്ള ദൈവം അല്ലേ? ആ ദൈവം എന്താ പറയുന്നത് എന്താണ്? അവനെ ശാസിക്കുകയല്ല, കർത്താവ് ന്യായമായത് പറയുക ചെയ്യുന്നത്. നീ പറഞ്ഞ കാര്യം ശരിയാ, അത് പ്രകാരം ഞാൻ ചെയ്തപ്പോ അവന് വേദനിച്ചു. കർത്താവിന് വേദനിച്ചു. നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും വരുമ്പോൾ കർത്താവ് കണ്ടിട്ടില്ലെന്നല്ല, നിന്റെ ശരീരത്തിലും എന്റെ ശരീരത്തിലും അളവിയാ നമ്മൾ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളുടെ വേദനകളുടെ നടുവിൽ നാം അനുഭവിച്ച പ്രതിസന്ധി ദൈവം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം വീണ്ടും വീണ്ടും കഷ്ടത അനുഭവിക്കാൻ പിശാച് ദൈവസന്നിധി ചെല്ലുകയാണ് അല്ലേ? ചിലര് പറഞ്ഞിട്ടില്ല, ഉപദ്രവിച്ചത് മതിയായില്ല, വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ നടക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോന്നും അവന്റെ അന്തം കാണാതെ പുറത്തു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? അവർ പിശാചിന്റെ സ്വഭാവം, ഇതാണ് സ്വഭാവം. ഒന്ന് ഉപദ്രവിച്ചു, വീണ്ടും അവൻ ഉപദ്രവിക്കണം, അവൻ നശിച്ചില്ലാതാവണം. ഇതൊക്കെ പിശാചിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ പിശാചിൽ നിന്റെ സ്വഭാവമുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. പത്രം എടുത്തു നോക്ക്, TV വെച്ച് നോക്ക്, ഇഷ്ടം പോലെ കാണാം. എന്താ കാരണം? പിശാചിന്റെ സ്വഭാവമുള്ളവർ ഒത്തിരി പേരാണ്. നിനക്ക് ക്രിസ്തുവിനെ ആവശ്യമുണ്ട്, നീ രക്ഷിക്കപ്പെടണം. ആമേൻ. അപ്പൊ അടുത്ത അവിടെ വായിച്ചു നിർത്താം. എന്താ അവിടെ വായിക്കുന്നത്? സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട് തൊക്കിന് പകരം 4 തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും ദൈവം പറഞ്ഞത് എന്താണ്? നീ സഹോദരൻ അവിടെ പറഞ്ഞ വെറുതെ അവനെ നശിപ്പിക്കേണ്ട നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു അല്ലേ സഹോദരൻ? അപ്പോ അവിടെ വന്നപ്പോൾ കർത്താവ് ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വല്ലാതെ സമ്മതിപ്പിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ട കാര്യം. ഈ മക്കള് ഭക്തിയുള്ളവരും ദൈവസന്നിധിയിൽ നിൽക്കുന്നവരുമാണ്, അവർക്ക് ഈ അനർത്ഥം വരാതെ ദൈവസന്നിധിയിൽ സംസാരം ഉണ്ടാകുമായിരുന്നു. ഇയ്യോബിനുണ്ടായിരുന്ന ഭക്തി എല്ലാവർക്കും ഇല്ലായിരുന്നു. ശ്രദ്ധിക്കണേ, എല്ലാവർക്കും ഭക്തിയൊന്നുമില്ലെന്നേ, എല്ലാവർക്കും ഭക്തിയൊന്നുമില്ല. എന്നാൽ ഭക്തിയോടെ ഇരുന്ന ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത് എന്താണ്? ഈ കഷ്ടത വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് പറഞ്ഞു, സാത്താൻ പറഞ്ഞു, എന്താ പറഞ്ഞ? നീ അവന്റെ കൈ നീട്ടി, കർത്താവ് നിന്റെ കൈ നീട്ടി അവനെ ഒന്ന് തൊട്. എന്നാ സംഭവിക്കും? തൊക്കിന് പകരം തൊക്ക്, അവന്റെ പ്രാണന് പകരം അവനെല്ലാം വെച്ച് കളയും. അത് മനുഷ്യനെ കുറിച്ച് സാത്താൻ പറയുന്നത്. സാത്താൻ പറയുന്നത് മനുഷ്യന്റെ ജീവനെതിരായി നിൽക്കുന്ന വിഷയം വന്നു കഴിയുമ്പോൾ പണം നഷ്ടപ്പെട്ടാൽ ചിലർ ചാകും അല്ലേ? ജോലി നഷ്ടപ്പെട്ടാൽ ചാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ട ചിലർക്ക് പണം പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട.
അപ്പോ അങ്ങനെയുള്ളവർ അങ്ങനെ ചാകുന്ന ആർക്കറിയാം? പിശാചിന്. അവരോട് നടക്കുന്നു സൂക്ഷിക്കണേ. നീ രക്ഷിക്കപ്പെടാൻ നിന്റെ പണം ഒരു ദിവസം എടുത്തങ്ങ് കളഞ്ഞു കഴിയുമ്പോ കർത്താവില്ലാത്തവനാണ് നീ അന്ന് തൂങ്ങും എന്നുള്ളതിലൊരു സംശയം വേണ്ട, അല്ലേ? അവിടെ വായിക്കുന്ന സാത്താൻ ഇവിടെ ത്വക്കിന് പകരം ത്വക്ക് മനുഷ്യൻ തനിക്കുള്ളതൊക്കെ തന്റെ ജീവന് പകരം കൊടുത്ത് കളയും, അല്ലെ? നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കണം, നാം പോരാട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, നമ്മോടുകൂടെ കർത്താവ് ഇറങ്ങി വരുന്ന കാര്യം നാം അറിയാതെ കേൾക്കാതെ അവിടെ ഇയ്യോബ് ഇരിക്കുകയാണ്. ഇയ്യോബിന് അറിയത്തില്ല തന്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് അറിയത്തില്ല. ക്ഷണത്തിൽ തനിക്കുള്ളതെല്ലാം നഷ്ടമായി പോയി, ഭാര്യ നഷ്ടമായി പോയി, ഇപ്പോൾ താൻ മുഴു രോഗിയായി തീർന്നു. ഈ മുഴു രോഗിയായി തീർന്ന ഇയ്യോബിന്റെ വിഷയത്തിൽ ഇറങ്ങി വരുന്നത് ദൂതന്മാരല്ല, ദൈവം തന്നെ ഇറങ്ങി വരുന്നത്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, പരീക്ഷകളും പോരാട്ടങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ വന്നാൽ നീ പോരാട്ടത്തിലാണെങ്കിൽ കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി വരുന്നതിന് കാരണം എന്താണ്? ഇതാണ് കാരണം. നിനക്കറിവില്ലാത്ത വിഷയത്തിലാണ് സ്വർഗത്തിൽ ചർച്ച നടന്നത്, സ്വർഗത്തിൽ വാക്കുവാദം നടന്നത്. അപ്പോൾ വാക്കുവാദങ്ങളും തർക്കങ്ങളും സ്വർഗത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലവും ഈ പകൽ നേരവും തിരിച്ചറിയണം, സ്വർഗത്തിൽ നടന്ന ആ തർക്കത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം. യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നിനക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ആ പ്രായശ്ചിത്തം അവിടെ വെളിപ്പെടുമ്പോഴാണ് സാത്താന്റെ വായ സ്വർഗം അടയ്ക്കുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപയിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം കർത്താവിനെ ബലപ്പെടുത്തണം. കർത്താവിന്റെ തിരുമേശം നമ്മുടെ നടുവിലുണ്ടല്ലോ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം നമുക്ക് കർത്താവ് ചെയ്ത എല്ലാ ദാനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ ദൈവസ്ഥലം നമുക്ക് അടുത്ത് വരാം. സ്വന്തം നമ്മുടെ ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥിച്ചാൽ